ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ്, പ്രോബബിലിറ്റി വെയിറ്റേജ് ആണ്, പിന്നെ കോണിക് സെക്ഷൻ വെയിറ്റേജ് ആണ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര വെയിറ്റേജ് കിടക്കുന്ന ചാപ്റ്ററുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബ്ലത്തെ പറ്റിയാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ട് പോകേണ്ടത് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. എല്ലാ വർഷവും മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം മീൻ ഡീവിയേഷനോട്ട് മീഡിയൻ ഉണ്ട്, മീൻ ഡീവിയേഷനോട്ട് മീനുണ്ട്. പക്ഷേ ഇതൊന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാണുന്നില്ല. എല്ലാ വർഷവും മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ഡിസ്കസ് ചെയ്യുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുക. അത് പിന്നെ പല മെത്തേഡ് ചെയ്യാം, സ്റ്റെപ്പ് കൂട്ടി ചെയ്യാം, സ്റ്റെപ്പ് കുറച്ച് ചെയ്യാം, ഷോർട്ട് കട്ടുണ്ട്. അപ്പം ക്ലാസ് ഇൻ്റർവെൽ എന്ന കണക്കുകളാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. പിന്നെ ഫ്രീക്വൻസി 5, 8, 15, 16, 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് ഇത്രയും കണ്ടുപിടിക്കും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നോക്കേണ്ട ഇതാണ്. ഇതൊരു ക്ലാസ് ഇൻ്റർവെൽ തന്ന കണക്കാണ്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ ചോദിക്കും, സാർ തെറ്റാണെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. അത് വേണം. ക്ലാസ് നോക്കിയാൽ നിങ്ങൾ 0 to 10, പിന്നെ 10 to 20. ഇത് 0യെ വിളിക്കുന്ന പേരാണ് ലോവർ ക്ലാസ്, ഇത് അപ്പർ ക്ലാസ്. ഈ അപ്പർ ക്ലാസ്സിൽ അവസാനിച്ചെടുത്ത് അപ്പുറത്തെ കോളത്തിൽ തുടങ്ങണം. ഇവിടെ 0 to 10 അവസാനിച്ച് 10 തന്നെ അത് തുടങ്ങണം. തുടങ്ങിയാൽ പക്ക ശരിയാണ്, അല്ലെ തെറ്റായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് അത് നമ്മൾ ശരിയാക്കേണ്ടി വരും. ഇപ്പോൾ ഇത് കറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റിലെ കോളം അങ്ങ് എഴുതുക. നമ്മൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ല പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡാണ്. കാൽക്കുലേറ്റർ ഉണ്ടായിട്ട് ഒറിജിനൽ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ XI, ഇവിടെ FI, XI FI, അടുത്തത് FI ഇൻറ്റു XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ. ഈ 4 കോളം എഴുതിയിടുക. ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ 4 കോളങ്ങൾ XI FI, XI FI, FI ഇൻറ്റു XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് ചുമ്മാ എഴുതി ഇടുക. അതിനുശേഷം ഈ ക്ലാസ് ആണ് നമ്മുടെ XI. അപ്പം 0 to 10, 0 to 10 എന്ന് പറയുമ്പം ഈ 0യും 10ഉം കൂടെ കൂട്ടി അതിൻ്റെ നേരെ പകുതി. ക്ലാസ്സിൽ നിന്ന് XI എഴുതാൻ പോവുക. 0യും 10ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി. അതെത്ര? 5, അല്ലെങ്കിൽ കറക്റ്റ് നടുക്ക് കിടക്കുന്നത് 5. അതിനുശേഷം ഇനി നിങ്ങൾ 10ഉം 20ഉം കൂട്ടി പകുതി, 20ഉം 30ഉം കൂട്ടി പകുതി, അങ്ങനെയൊന്നും എടുക്കണ്ട. ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ്. ഏതാ? 0 to 10. 0യും 10ഉം കൂട്ടി പകുതി എടുത്ത് അത് 5 കിട്ടി. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിഫറൻസ് എത്ര നോക്കണം. ക്ലാസ്സിൻ്റെ ഡിഫറൻസ് എത്ര? 10 ആണ്. ആ 10 കൂട്ടി താഴോട്ടങ്ങ് പോവുക. 15, 25, 35, 45. അപ്പോൾ XI കിട്ടി. ഇനി ഫ്രീക്വൻസി 5, 8, 15, 16, 6. ഫ്രീക്വൻസിയാണ് FI. അപ്പം ഒന്നുകൂടെ പറയാം, ക്ലാസ് എടുത്ത് അതുപോലെ എഴുതി അങ്ങ് വെച്ച് XIയുടെ കോളത്തിൽ. അതുപോലെ എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് പിന്നെ 0യും 10ഉം കൂട്ടി അതിൻ്റെ നേരെ പകുതി. മക്കളെ 0യും 10ഉം കൂട്ടി പകുതിയാണേ ഈ താഴെ കിടക്കുന്ന 5 ഒന്നും അല്ല എഴുതിയേക്കുന്നത്. പിന്നെ ഡിഫറൻസ് നോക്കി എഴുതിപ്പോയി. ഇനി നേരെ XI FI കണ്ടുപിടിക്കുക. XI FI എന്ന് പറയുമ്പം XIയും FIയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 25, 120, 375, 560, 720. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കണേ. എവിടെയെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ പോകണേ. ഇത് 3 കോളം കംപ്ലീറ്റ് ചെയ്തു. അപ്പം മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് മൊത്തത്തിൽ 4 കോളമാണ്. 4 കോളത്തിൽ ആ ഓർഡർ അങ്ങ് പഠിക്കണം. ഫസ്റ്റ് XI, സെക്കൻഡ് FI, XI FI, FI ഇൻറ്റു XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ. ഈ 3 കോളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആൻസർ അപ്പുറത്തോട്ടാണ് എഴുതുന്നത്. അപ്പുറത്തെ പേജിലോട്ടാണ് ആൻസർ എഴുതുന്നത്. 3 കോളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ക്യാപിറ്റൽ എന്നെ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എൻ കാണുന്ന ഇക്വേഷനാണ് സിഗ്മ FI. അപ്പോൾ ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ FI എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ കോളം കൂട്ടണം. അത് ഏതൊക്കെ നമ്പറുകളാണ്? 5+, 8+,
15 പ്ലസ് 16 പ്ലസ് 6 അതൊരു ബോക്സിനകത്ത് എഴുതിയിടുക. ക്യാപിറ്റൽ N ഈക്വൽ ടു 50 അതൊരു ബോക്സിനകത്ത് എഴുതിയിടാനുള്ള ക്യാപിറ്റൽ N കിട്ടി. ഈ ക്യാപിറ്റൽ N കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ മീൻ കാണണം. മീൻ കാണുന്ന ഇക്വേഷൻ മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു നിങ്ങൾ കണ്ടില്ലേ 3 കോളം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മീൻ കണ്ടുപിടിക്കണം. XI/FI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ഇതാണ് മീൻ കാണുന്ന ഇക്വേഷൻ. ഈ XI/FI എന്ന് പറയുമ്പോൾ XI/FIയിലെ നമ്പറുകളെല്ലാം കൂടെ ആഡ് ചെയ്യണം. 25 പ്ലസ് 120 പ്ലസ് 375 പ്ലസ് 560 പ്ലസ് 270 ഡിവൈഡഡ് ബൈ മറക്കല്ലേ മക്കളെ ക്യാപിറ്റൽ N 50 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1350 ഡിവൈഡഡ് ബൈ 50. ലാസ്റ്റ് ആൻസർ മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 27 അതൊരു ബോക്സിനകത്ത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് കോളം XI, സെക്കൻഡ് കോളം FI, അടുത്ത കോളം XI/FI, അടുത്തത് FI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. 3 കോളം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീൻ കിട്ടി. മീൻ താണ്ട കിട്ടിക്കഴിഞ്ഞേ മീൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വേരിയൻസാണ്. ഈ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ 2 കോളം കൂട്ടേണ്ടി വന്നു. വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ FI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ആദ്യം വേരിയൻസ് ആണ് ഇക്വേഷൻ അങ്ങ് എഴുതാൻ പോവാ. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ FI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. അത് സോൾവ് ചെയ്യുന്ന സിമ്പിളാണ്. FI എന്ന് പറയുന്ന ആദ്യം എഴുതിയിരിക്കുന്ന FI ഫുള്ള് താഴോട്ട് എഴുതുക. 5, 8, 15, 16, 6 നോക്കണേ. FI ആണ് ആദ്യം എഴുതിയത്. ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ടു. ഇനി പറഞ്ഞേക്കുന്നത് XI മൊത്തം താഴോട്ട് 5, 15, 25, 35, 45 മൈനസ് 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 മൈനസ്. ഇനി എഴുതുന്നത് എക്സ് ബാർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബോക്സിനകത്തുണ്ട് 27. 27 ദ ഹോൾ സ്ക്വയർ 27 ദ ഹോൾ സ്ക്വയർ 27 ദ ഹോൾ സ്ക്വയർ 27 ദ ഹോൾ സ്ക്വയർ 27 ദ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇപ്പോൾ ഉണ്ട്. കാൽക്കുലേറ്റർ എടുക്കുക. 5 ഒന്ന് അടിക്കുന്നത് ചെക്ക് ചെയ്തോണം. 5 അടിക്കുക. ബ്രാക്കറ്റ് ഇടുക. 5 മൈനസ് 27 അടിക്കുക. ബ്രാക്കറ്റ് ഇടുക. സ്ക്വയർ ബട്ടൺ നമ്മുടെ കാൽക്കുലേറ്ററിൽ തന്നെ ഉണ്ട്. സ്ക്വയർ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഉത്തരം കാണിക്കും. 125 എന്ന് കാണിക്കും. അപ്പം ഡൗട്ടുള്ളൊരു ചെക്ക് ചെയ്ത് നോക്കണേ. അടുത്തത് വീണ്ടും 8 അടിക്കുക. ബ്രാക്കറ്റ് ഇടുക. 15 മൈനസ് 27 ദ ഹോൾ സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് അടിക്കുക. ഉത്തരം കിട്ടുന്നത് 1800. അടുത്തത് 9375 19600. അടുത്തത് 12150. അപ്പം നമ്മുടെ കയ്യിൽ എന്തിൻ്റെ വാല്യൂ കിട്ടി? സിഗ്മ XI/FI കിട്ടി. 4 കോളം കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് 4 കോളേ വരത്തുള്ളൂ. ലാസ്റ്റ് കോളം ഉണ്ടാക്കുന്ന കണ്ടേ FI ഫുള്ള് താഴോട്ട് എഴുതി. ബ്രാക്കറ്റ് ഇട്ടു. XI ഫുള്ള് മൈനസ് 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 എക്സ് ബാറിൻ്റെ ഉത്തരം നമ്മൾ 27 ഹോൾ സ്ക്വയർ എല്ലാം എഴുതി. വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റർ സോൾവ് ചെയ്തതിന് ശേഷം ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 125 പ്ലസ് 1800 പ്ലസ് 9375 പ്ലസ് 19600 പ്ലസ് 1200 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എത്രയാണ്? 50 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ നോക്കുക. ആഡ് ചെയ്ത് ഡിവൈഡർ ബൈ N എടുക്കുക. N 50 ആണ്. അപ്പം ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം 132 എന്ന് കിട്ടും. 132 കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഡിവൈഡർ ബൈ 50 അടിക്കുക. അപ്പം 132 എന്ന് കിട്ടും. അപ്പം വേരിയൻസ് കിട്ടി. അതും നമ്മളൊരു ബോക്സിനകത്ത് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 132 അതൊരു ബോക്സിനകത്ത് ഇട്ട് വെക്കണേ. അപ്പം നമ്മൾ 3 ബോക്സാണ് എഴുതിയത്. ക്യാപിറ്റൽ N ഒരു ബോക്സിനകത്തായിരിക്കണം. എക്സ് ബാർ ഒരു ബോക്സിനകത്തായിരിക്കണം. വേരിയൻസ് ഒരു ബോക്സിനകത്തായിരിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ SD ഇസ് ഈക്വൽ ടു SD എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. SD ഡിനോട്ട് ചെയ്യുന്നത് കണ്ടോണം. വെറും സിഗ്മ കൊണ്ടാണ്. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് 132. അത് കാൽക്കുലേറ്ററിൽ അടിച്ച് എത്രയാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റാറ്റ്. അപ്പോൾ മീനും വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ മീനും വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് നോക്കേണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു പ്രോബ്ലം 1-2 പ്രോബ്ലം ഉണ്ട് മെയിനായിട്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങളെ വീട്ടിൽ ഒന്ന് ഇന്ന് ചെയ്ത് നോക്കുക. ക്ലാസ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോണേ. നിങ്ങൾ ചെയ്തോണേ. 30-40, 40-50, 50-60, 60-70, 70-80, 80-90, 90-100 ഇത് എഴുതിയിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3, 7, 12,
15, 8, 3, 2. ഇതൊരു പ്രോബ്ലം നോക്കണം. പിന്നെ എന്താ ഈ ഒരു പ്രോബ്ലം നോക്കണം. ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് വീട്ടിൽ പോയി ചെയ്ത് നോക്കാനാണ്. അതേ ഫോർമാറ്റ് തന്നെ നമ്മൾ 4 കോളത്തിൽ തന്നെ ചെയ്യാവുള്ളൂ. 40 to 50, 50 to 60, 6, 15, 13, 7, 9. ഇനി ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ. ഇതാണ്ട് എക്സയും എഫ് ഐയും ഡയറക്റ്റ് തരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. എക്സയും എഫ് ഐയും ഡയറക്റ്റ് തരുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരും. ഇവിടെ 3, 8, 13, 18, 23, 7, 10, 15, 10, 6. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ചെയ്തു വരുമ്പോൾ മീൻ ഏകദേശം 12.79 ഇങ്ങനെ നീണ്ടു പോകും. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ മീനിനെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 12.8 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 12.79 എടുത്ത് ചെയ്താലും മതി. നമ്മളെ 12.8 എടുക്കുന്നതായിരിക്കും നല്ലത്. 12.8 എടുക്കാം. അല്ലെങ്കിൽ 12.79 എടുത്താലും കുഴപ്പമില്ല. ഈ മീനിനകത്ത് അങ്ങനെ പോയിന്റ് കയറി വരുന്ന കണക്കുകൾ വരികയാണെങ്കിൽ, നീണ്ടു പോവുകയാണെങ്കിൽ ഒരു 2 സ്ഥാനം എടുക്കുക. 2 സ്ഥാനം എടുത്തങ്ങ് കാൽക്കുലേറ്റർ ഉണ്ടായതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല, നമുക്ക് എളുപ്പം ചെയ്യാം. പിന്നെ ഇതിനകത്ത് ആകെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ക്ലാസ് തെറ്റിച്ച് കരുതുന്നത് 33 to 36, 37 to 40, 41 to 44, 45 to 48, 49 to 52. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ തെറ്റായിട്ട് കിടക്കുന്നു. അതിനെ നിങ്ങൾ നേരെയാക്കേണ്ടി വരും. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. 33 to 36, 36 അവസാനിച്ച് അടുത്തത് 36 തുടങ്ങണം. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാ. അപ്പം ഈ ക്വസ്റ്റ്യൻ തെറ്റാ. അപ്പം ഈ ഡിഫറൻസ് കണ്ടോ, ഞാൻ വരച്ചേക്കുന്നുണ്ടോ? ഈ വരച്ച ഡിഫറൻസ് 1 ആണെങ്കിൽ, വരച്ച ഡിഫറൻസ് 1, ഞാൻ ഈ മോളിൽ വരച്ചേക്കുന്നുണ്ടോ? ഇവിടെ 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 എല്ലാം ഡിഫറൻസ് 1 ആയിട്ട് കിടക്കും. ഈ 1 ഡിഫറൻസ് വരികയാണെങ്കിൽ നമ്മുടെ ലോവറിൽ നിന്ന് ഒരു 0.5 അങ്ങ് ലെസ് ചെയ്യണം. അപ്പറിലൊരു 0.5 അങ്ങ് ആഡ് ചെയ്യണം. ഇതാണ് ടെക്നിക്ക്. അപ്പോൾ 1 ഡിഫറൻസ് ആണ്. വരച്ചതിൻ്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ ലോവറിൽ നിന്ന് 0.5 ലെസ്സും അപ്പറിൽ നിന്ന് 0.5 ആഡും. അപ്പോൾ പുതിയൊരു കോളം കൂടെ ഉണ്ടാക്കണം. ക്ലാസ് XI FI XI FI FI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. 5 കോളം വരും. എത്ര കോളം വരും? 5 കോളം വരും. അത്രയേ ഉള്ളൂ. ക്ലാസ് നമുക്ക് തന്നിരിക്കുന്നത് 33 to 36. ഈ 33 നിന്നും 0.5 കുറച്ചാൽ 32.5 ടു അപ്പുറത്ത് കൂട്ടി 36.5. ഇത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അപ്പോൾ ഇവിടെ 32.5 ടു 36.5. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കിട്ടിയേ. വീണ്ടും ആ സാധനം തന്നെ റിപ്പീറ്റ്. 37 നിന്ന് 0.5 കുറയ്ക്കണം. 36.5 ടു അപ്പുറത്ത് 0.5 കൂട്ടണം. 40.5. അങ്ങനെയല്ല, 40.5 ടു അടുത്തത് 44.5, 44.5 ടു 48.5, 48.5 ടു 52.5. ഒന്ന് നോക്കണേ. അവസാനിച്ചെടുത്ത് അടുത്ത ക്ലാസ് തുടങ്ങി നോക്കണം. എങ്കിലും ശരിയാവും. 36.5 അവസാനിച്ച് തുടങ്ങി 40.5 തുടങ്ങി കറക്റ്റായി. ഇനി എക്സ് ഐ കണ്ടുപിടിക്കുന്നത് അറിയാലോ. എക്സ് ഐ കണ്ടുപിടിക്കുന്നത് 32.5ഉം 36.5 കൂടെ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്ത് ഇസ് ഈക്വൽ ടു അടിച്ചിട്ട് പിന്നെ ഡിവൈഡർ ബൈ 2 അടിക്കണം. എങ്കിലും ഉത്തരം കാണിക്കത്തുള്ളേ. 32.5 പ്ലസ് 36.5 എന്ന് പറയുമ്പോൾ 69. അതിൻ്റെ പകുതി 34.5. ഇനി ഈ ഡിഫറൻസ് നോക്കണം. ഈ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം. 4 ഡിഫറൻസ്. 4 വീതം കൂട്ടണം. 38.5, 42.5, 46.5, 50.5. പിന്നെ നമ്മുടെ ഫ്രീക്വൻസി കോളം ഒരു ചെയ്യും. ഇച്ചിരി സമയം എടുക്കുന്നൊരു കോളമാണ്. അപ്പോൾ തെറ്റിച്ച് എന്തായാലും മനസ്സിലായി. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ മീൻ ഡീവിയേഷൻ ഔട്ട് മീഡിയൻ നോക്കുക. ഞാൻ പഠിക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. മീൻ ഡീവിയേഷൻ ഔട്ട് മീഡിയൻ പഠിച്ചുകൊണ്ട് പോകേണ്ടത് എം ഡി എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ക്ലാസ് 0 to 6, 6 to 12, 12 to 18, 18 to 24, 24 to 30, 8, 10, 12, 9, 5. ഇത് MD കാണുന്നത്. MD വരാൻ സാധ്യത കുറവാണ്. ഞാനിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം സാധ്യത കുറവായതുകൊണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. മീൻ ഡിവിയേഷൻ ഔട്ട് മീഡിയൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനോട് എഴുതാം. ക്ലാസ് ഫ്രീക്വൻസി 0 to 10, 10 to 20, 20 to 30,
30 to 40, 40 to 50. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. 6, 7, 15, 16, 4 ഒരെണ്ണോടുണ്ട്, 50 to 60 ഉണ്ട്, 2. അപ്പോൾ ഇതൂടെ എം ഡി ആണേ. എം ഡി കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എം ഡി കാണുന്ന ഇക്വേഷൻ സിഗ്മ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ക്വസ്റ്റ്യൻ അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിനകത്ത് ഇത്തരം നല്ലപോലെ പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ നേരെ നമ്മൾ വരുന്നത് ഇച്ചിരി വെയിറ്റേജ് കൂടിയ സാധനമാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്ന പാഠത്തിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രോബബിലിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം. പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയും കോമ്പിനേഷനും മിക്സ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ അവിടെ അത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ്. അത് പ്രോബബിലിറ്റിയും കൂടെ പാഠത്തിൽ കയറി വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ പുസ്തകത്തിനകത്ത് തന്നെ ഇതിൻ്റെ 1-2 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ടെക്സ്റ്റിനകത്ത് തന്നെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ആ പുറത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും തൽക്കാലത്തേക്ക് നോക്കുന്നില്ല. ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. A committee of 5 persons is selected from 3 men and 2 women. Find the PV that. PV എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി. അതൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഒരു കമ്മിറ്റിയിലേക്ക് നമുക്ക് a committee has 2 persons ആണേ. A committee has 2 persons is selected from. ഒരു കമ്മിറ്റിയിലേക്ക് നമുക്ക് എടുക്കേണ്ടത് 2 പേരെയാണ്. അപ്പോൾ നമ്മൾ നോക്കും, ഇത് പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വന്നാൽ ഇപ്പോൾ ഒരു കാര്യം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരാളെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോമ്പിനേഷൻ ഉപയോഗിക്കണ്ട. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, 10 ബോൾ ഒരു പെട്ടിയിൽ കിടപ്പുണ്ട്. എനിക്ക് ആ ബോളിൽ നിന്നും 2 ബോളിങ് എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എസ്, പ്രോബബിലിറ്റി ഇക്വേഷൻ ആദ്യം എഴുതാം. പി ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡർ ബൈ എൻ ഓഫ് എസ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, 10 ബോൾ പെട്ടിയിലുണ്ട്, 2 ബോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ 10C5, 10C2. 2 ബോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ 10C2. 4 ബോൾ എടുക്കണം 10C4. 5 ബോൾ എടുക്കണം 10C5. 8 ബോൾ എടുക്കണം 10C8. 1 ബോൾ എടുക്കണം 10C1. 10C1 10. അപ്പം അവിടെ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1 ബോൾ എടുക്കുക എന്ന് പറഞ്ഞ് എടുക്കുകയാണോ, 1 ബോൾ അല്ലെങ്കിൽ ഒന്നിലധികം സെലക്ഷൻ വന്നാൽ, ഒന്നിലധികം സെലക്ഷൻ വരുമ്പോഴാണ് കോമ്പിനേഷൻ കയറി വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കണം, നമുക്ക് എടുക്കേണ്ടത് 2 പേഴ്സണെയാണ്. ആരൊക്കെ കയ്യിലുണ്ട്? 3 മെന്നും 2 വുമണും. അപ്പം മൊത്തം എത്ര പേരുണ്ടെന്ന് നോക്കും. നമ്മൾ 3 മെന്നിനെയും 2 വുമണിനെയും നിരത്തി നിർത്തി അതിൽ നിന്ന് 2 പേരെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 5C2. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ 3 + 2 5 പേര്. എത്ര പേരെ എടുക്കണം? എടുക്കേണ്ട എണ്ണം താഴെ വരും, 5C2. 2 പേരെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 5C2. 3 പേരെ എടുക്കണമെന്ന് പറഞ്ഞാൽ 5C3. 4 പേരെ എടുക്കണമെന്ന് പറഞ്ഞാൽ 5C4. ഒരാളെ എടുക്കണമെന്ന് പറഞ്ഞാൽ 5C1. അവിടെ നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കണ്ട. ഇനി അതിൻ്റെ ഒന്നാമത്തെ പാർട്ട്, പി ഓഫ് 2 men. 2 men എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന 2 മെന്നായിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ മെന്നെന്ന് കേൾക്കുമ്പോഴേ ഓടിപ്പോയി മെന്നിൻ്റെ എണ്ണം നോക്കണം. മെൻ എത്ര പേരാ? 3. 3C എടുക്കേണ്ട എത്ര? 2 ഡിവൈഡർ ബൈ 5C2. ഇത് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് സിയും കൂടെ വന്നത്. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു വെക്കുക. 2 പ്രോബബിലിറ്റി ഓഫ് 1 man only. 1 man only നല്ല പാട്ടാണേ. മാൻ എന്ന് കേൾക്കുമ്പോഴേ മെന്നിൻ്റെ എണ്ണത്തിലോട്ട് എത്ര മെൻ? 3C എടുക്കേണ്ടത് 1, 3C1. ഇപ്പോൾ ഒരാളെ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ചോണം, നമ്മുടെ കമ്മിറ്റിയിൽ എത്ര പേര് വേണം? നമ്മുടെ കമ്മിറ്റി 2 പേര് മസ്റ്റായിട്ടും വേണം. നമ്മളിപ്പോൾ ഒരാളെ എടുത്തിട്ടുള്ളൂ. അതൊരു മിന്നിൽ നിന്നാണ് ഒരാളെ എടുത്തത്. 1 മിന്നിനെ മതിയെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒരാളെ നമ്മൾ ഇനി എവിടെ പോയി എടുക്കണം? വുമണിൽ പോയി എടുക്കണം. 2C1 ഡിവൈഡർ ബൈ 5C2 നടുക്ക് ഇൻറ്റു. അത് FPC എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 men നോ മാൻ എന്ന് ചോദിച്ചാൽ അവിടെ മെന്നിനെ എടുക്കരുതെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് 2C0 എന്ന് എഴുതാം. അപ്പോൾ മാൻ വന്നിട്ടില്ല, 0 ആളിനെ എടുത്തിട്ടില്ല. ഇൻറ്റു മാനിനെ എടുത്തില്ലെങ്കിൽ എല്ലാവരെയും വുമണിൽ പോയി എടുക്കണം.
3c2 ഡിവൈഡഡ് ബൈ 5c2. ഈ ഒരു പ്രോബ്ലം ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. എടുക്കേണ്ട എണ്ണമാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. എടുക്കേണ്ടത് ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വന്നാൽ ഉറപ്പായിട്ടും അവിടെ കോമ്പിനേഷൻ കയറി വരും. ഒന്നിൽ കൂടുതൽ സെലക്ഷൻ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വന്നാൽ കോമ്പിനേഷൻ മസ്റ്റ്. ഒരു എണ്ണം മാത്രം എടുക്കാൻ പറഞ്ഞാൽ കോമ്പിനേഷൻ വേണ്ട. ഒരെണ്ണത്തിന് നമ്മൾ ഒരിക്കലും കോമ്പിനേഷൻ ഉപയോഗിക്കാറില്ല. ഒന്നിൽ കൂടുതൽ സെലക്ഷന് മാത്രമേ കോമ്പിനേഷൻ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം പുസ്തകത്തിനകത്തുള്ളതല്ല. 52 കാർഡുണ്ട്, ഒരാൾക്ക് 7 കാർഡ് എടുക്കണം. ശ്രദ്ധിച്ചോണം, ഞാൻ എല്ലാം പറയുന്നില്ല. 52 കാർഡ് ഒരിടത്തിരിപ്പുണ്ട്, 7 കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ n(s) = 52c7. അതൊക്കെ എഴുതുക. 5 കാർഡ് എടുക്കണം, 52c5. 3 കാർഡ് എടുക്കണം, 52c3. 2 കാർഡ് എടുക്കണം, 52c2. കാർഡ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ 52 ടോട്ടൽ എണ്ണം അറിയണം. അതിനുശേഷം അവർ ഒന്നാമത്തെ പാട്ട് പറയുന്നത് പി ഓഫ് ഓൾ കീ, എല്ലാം അങ്ങ് കിങ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ കിങ് എത്രയാണെന്ന് എഴുതണം. അപ്പുറത്തോട്ട് മാറ്റി കിങ് അല്ലാത്ത കാർഡിനെ വിളിക്കുന്ന പേരാ അതർ കാർഡ്. അപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ കിങ് 4 എണ്ണമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതർ കാർഡ് അപ്പം 48 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കാർഡാണ്? മൊത്തം 52. 52-ൽ 4 കിങ് ഉണ്ട്. അപ്പം കിങ് അല്ലാത്ത കാർഡുകളുണ്ട്, അതിനെ വിളിക്കുന്ന പേര് അതർ കാർഡ്. ഓൾ കിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കിങ്ങും എടുക്കണം. കയ്യിൽ 4 കിങ്, ആ എല്ലാ കിങ്ങും ഇനി എടുക്കണം. അപ്പം എല്ലാ കിങ്ങിനെ സെലക്ട് ചെയ്യുമ്പോൾ 4c4 ഇൻറ്റു. ഇപ്പോൾ ഞാൻ എത്ര എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞു? 4 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എത്ര എണ്ണമായി എടുക്കേണ്ടത്? എടുക്കേണ്ട 7 എണ്ണമാണ്. അപ്പോൾ ബാലൻസ് ഒരു 3 എണ്ണം പോയി അതർ കാർഡിൽ നിന്ന് എടുക്കണം. അപ്പോൾ 48c3 ഡിവൈഡഡ് ബൈ 52c7. ചെയ്തത് ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡ്. ഈ താഴെയുള്ള നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ഒരെണ്ണം കിട്ടിയാൽ മതി. 4 3 7, 7 എടുക്കണം. ഇനി പ്രോബബിലിറ്റി ഓഫ് 3 കിങ് എന്ന് ചോദിച്ചു. 3 കിങ് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ടോട്ടൽ കിങ്, അതർ കാർഡ്. ടോട്ടൽ കിങ് 4 എണ്ണമാണ്. ടോട്ടൽ കിങ് നമ്മുടെ കയ്യിൽ 4 എണ്ണമാണുള്ളത്. അതർ കാർഡ് 48 എണ്ണമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ട് 3 കിങ് എടുത്താൽ മതി. അപ്പോൾ 4c3. ഇപ്പോൾ ഞാൻ 3 എടുത്തിട്ടുള്ളൂ. 3 എടുത്താൽ അപ്പുറത്ത് പോയി 4 എടുക്കണം, ബാലൻസ്. ഡിവൈഡഡ് ബൈ 52c7. ഒന്ന് ചെക്ക് ചെയ്തേക്കണം ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഒന്ന് കൂട്ടി നോക്കിയേ, സെലക്ട് ചെയ്യേണ്ട ഒരെണ്ണം കിട്ടും. ഇനി ഒരു പാട്ട് പി ഓഫ് അറ്റ്ലീസ്റ്റ് 3 കിങ്. നോക്കണേ, ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കണേ. അറ്റ്ലീസ്റ്റ് 3 കിങ് എന്ന് പറയുമ്പം പ്രോബബിലിറ്റി ഓഫ് 3 കിങ്ങും കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് 4 കിങ്ങും കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ കൂട്ടി അങ്ങ് പോകണം. അറ്റ്ലീസ്റ്റ് 3 കിങ്, പ്രോബബിലിറ്റി ഓഫ് 3 കിങ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 കിങ്. ഇതാണ്ട് പ്രോബബിലിറ്റി ഓഫ് 3 കിങ് ഇതായിരിക്കുന്നു, പ്രോബബിലിറ്റി ഓഫ് 4 കിങ് ഇതായിരിക്കുന്നു. ഈ 2 പാർട്ടോടെ കൂട്ടിയാൽ അറ്റ്ലീസ്റ്റ് 3 കിങ്ങിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 കിങ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 2 കിങ് കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് 3 കിങ് കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് 4 കിങ് കണ്ടുപിടിക്കണം. അവിടെ മാക്സിമം 4 വരെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിനപ്പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. ഈ പ്രോബ്ലം നോക്കുക. പിന്നെ അതിനകത്ത് NCC NSSന്റെ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ. അത് മെയിൻ ആണ്, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് NCC NSSന്. അത് വേണമെങ്കിൽ പഴയ ടെക്സ്റ്റും പ്രകാരം 16.3 എക്സസൈസിനകത്ത്, പഴയ ടെക്സ്റ്റ് ആണ്, ന്യൂ ടെക്സ്റ്റ് അല്ല, ഓൾഡ് ടെക്സ്റ്റും പ്രകാരം 16.3 എക്സസൈസിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 21 16.3 ഓൾഡ് ടെക്സ്റ്റും പ്രകാരമാണ്. ഓൾഡ് ടെക്സ്റ്റും പ്രകാരം ക്വസ്റ്റ്യൻ നമ്പർ 21 പഠിക്കണം. NCC NSSന്റെ കണക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കണം. ഇതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ക്വസ്റ്റ്യൻ നമ്പർ 14 1 മാർക്ക് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15 16 17. ഇത് ഇത്രയും നല്ലതുപോലെ പഠിക്കുക. പിന്നെ 2 സ്റ്റുഡൻറ്റ് A and B appeared in an examination. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ്, പുസ്തകത്തിൽ കിടക്കുന്നതാണ്. 2 കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നു, എയും ബിയും ആണ്. അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കണം. പ്രോബബിലിറ്റി ഇത് ഇത്ര നല്ല വൃത്തിയായിട്ട് പഠിക്കണം. കാരണം പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ മാത്രം എടുത്തതിൻ്റെ പ്രത്യേകത, കാരണം അത് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് പുസ്തകത്തിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മൊത്തം നോക്കണം. അപ്പോൾ പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷനും ആയി. അപ്പോൾ പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണേ. പിന്നെ നേരെ നമ്മൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വീഡിയോ അതിന് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഫുള്ളിരുന്ന് കാണുക. എല്ലാ ക്വസ്റ്റ്യനും അതിനകത്തുണ്ട്. അതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ അതിനകത്ത് പറയുന്ന പഴയ വീഡിയോയിൽ പറയുന്ന മൊത്തം ക്വസ്റ്റ്യൻ പഠിച്ചോണം. അതിനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ് കൂടെ ഒന്ന് നോക്കിയേക്കണം. പിന്നെ x+1/x, x-1 ഡിവൈഡഡ് ബൈ x+1. പിന്നെ ഇതെല്ലാം 1/x², √x,
എക്സ് റൈസ് ടു 1. ഇത് ഫുള്ള് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കിക്കൊണ്ട് പോകണ്ടേ. പിന്നെ കോഷ്യൻ റൂളിൽ നോക്കേണ്ടത്, കോഷ്യൻ റൂളിൽ നോക്കേണ്ട പ്രോബ്ലംസ് y is equal to cos x divided by 1 plus sin x. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് dy by dx is equal to -1 divided by 1 plus sin x നോക്കണം. പിന്നെ y is equal to sin x plus cos x divided by sin x minus cos x എന്ന് പറയുന്ന പ്രോബ്ലം നോക്കണം. മെയിൻ പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് -2 divided by sin x minus cos x the whole square വലിയ പ്രോബ്ലം ആണ്. ഈ രണ്ട് പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കിക്കൊണ്ട് വെക്കണം. sin x plus a divided by cos x. പ്രൂവ് ദാറ്റ് dy by dx is equal to cos a divided by cos square x. ഇതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൂന്നെണ്ണം നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോവുക. കോഷ്യൻ റൂളിൻ്റെ പിന്നെ വേറൊരു കണക്ക് x raised to 5 minus cos x divided by sin x നോക്കിക്കൊണ്ട് പോകണം. y is equal to ഇതൊരു ബോക്സിനകത്ത് ഇട്ട് പഠിച്ച് പോകണം. x square tan x divided by 1 plus x നോക്കിക്കൊണ്ട് പോവാം. കാരണം ഈ ക്വസ്റ്റിനകത്ത് കോഷ്യൻ റൂളും അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂളും അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിനകത്ത് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞു, സ്റ്റാറ്റ് പറഞ്ഞു, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ പഴയ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. അത് കാണാതെ പോകരുത്. അതിനകത്താണ് 9 മാർക്ക് ഇരിക്കുന്ന പാഠമാണ്. പിന്നെ എഫ് ഓഫ് എക്സിനാണ് ഈ പ്രോബ്ലം പഠിച്ചോണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x plus 2 3 into x plus 2 x less than or equal to 0 x greater than 0 find limit x tends to 1 f of x ചോദിച്ചാൽ കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടുത്തെ നമ്പർ നോക്കിയാൽ മതി. ഇത് 0 ആണ്, വേണ്ട ഇത് 0 ആണ്, ഇതും 0 ആണ്. ഈ 0 ഇനി എടുക്കുക, ലിമിറ്റ് x tends to 0 f of x എന്ന് എഴുതിയിട്ട് ഇതിനെ നമ്മൾ 2 ആക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടെങ്കിൽ, ലെസ് ഗ്രേറ്റർ കുറവ് കൂടുതൽ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ലിമിറ്റും ഉണ്ട്, പോസിറ്റീവ് ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഈ 0യെ നമ്മൾ 2 ആക്കുന്നത് ഇങ്ങനെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്നും ഇങ്ങോട്ട് മാറ്റി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും എഴുതുക. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസിന്റെ ഫംഗ്ഷൻ. 0 മൈനസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മൈനസ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം കുറവെന്ന. കുറവെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലെസ് എന്ന, അതിന് നേരെയുള്ള ഫംഗ്ഷൻ 3x plus 2. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് കേൾക്കുമ്പോഴേ 3 into x plus 2. എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. 3 into 0 plus 2 ഉത്തരം 2. ഇവിടെ 3 into 0 plus 2 ഉത്തരം 6. ഇത് തുല്യമാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് തുല്യമല്ല. അപ്പം നമ്മൾ എഴുതി വെക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഡു നോട്ട് എക്സിസ്റ്റ്. നമ്മളിപ്പോൾ ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അത്രയേ ഉള്ളൂ സംഭവം. ഫംഗ്ഷൻ്റെ കണക്ക് നോക്കണം. പിന്നെ നേരെ കോണിക് സെക്ഷനകത്ത് നിങ്ങൾ എലിപ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയുന്ന ഇതാ. ഫിഗർ ഒന്ന് പറയാം, ഫിഗറിനെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അത് കിട്ടും. ഇതാണ് A0, ഇത് 0b. ഇത് ഞാൻ വിളിക്കുന്നത് ഫസ്റ്റ് എലിപ്സ് എന്നാണ്. ഇതാണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. കണ്ടാൽ തിരിച്ചറിയുന്ന മെത്തേഡ് പറഞ്ഞേക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ കിടന്നാൽ, ഇപ്പം എ സ്ക്വയറും ബി സ്ക്വയറും 2 നമ്പറുകളാണ്. ഈ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പറാണ് കിടക്കുന്നതെങ്കിൽ ഫസ്റ്റ് എലിപ്സ്. ഇത് ഫസ്റ്റ് എലിപ്സ് എന്ന് നമ്മൾ വിളിക്കും. വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ അപ്പോൾ ചെറിയ നമ്പർ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയി കാണിച്ചു തരാം. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഇസ് ഈക്വൽ ടു 1. ഇത് ഫസ്റ്റ് എലിപ്സ് ആണോ സെക്കൻഡ് എലിപ്സ് ആണോ എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എലിപ്സ് ആണ്. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചാണോ? ഇതാണ് ഇക്വേഷൻ്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലാണോ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നതെന്ന് നോക്കണം. ഫോർമാറ്റിൽ തന്നെയാണ്. ഇതൊരു എലിപ്സിൻ്റെ ഫസ്റ്റ് എലിപ്സാ, ഇത് ഫസ്റ്റ് എലിപ്സാ. ഇനി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ എലിപ്സിൻ്റെ പ്രത്യേകത ഇസ് ഈക്വൽ ടു കഴിഞ്ഞ് 1 വരണം. ഇപ്പോൾ ഇസ് ഈക്വൽ ടു കഴിഞ്ഞ് 1 അല്ല. ത്രൂ ഔട്ട് ഒരു 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4x സ്ക്വയർ ബൈ 36 പ്ലസ് 9y സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 36 ബൈ 36. ദാ വെട്ടിപ്പോയി 1, ദാ വെട്ടിപ്പോയി y സ്ക്വയർ ബൈ 4, ദാ ക്യാൻസലായി എക്സ് സ്ക്വയർ ബൈ 9. അപ്പോൾ ഇത് ഫസ്റ്റ് എലിപ്സ് ആയി. ഇതാണ് ഫസ്റ്റ് എലിപ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് എലിപ്സിനെ പറ്റിയാണ്. സെക്കൻഡ് എലിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇതാണ് മക്കളെ സെക്കൻഡ് എലിപ്സ്. ഇത് ഇക്വേഷൻ അങ്ങ് പഠിക്കുക. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.
നിങ്ങളിതുകൊണ്ട് തെറ്റിക്കല്ലേ, എലിപ്സ് കൊണ്ട് തെറ്റിക്കല്ലേ. ഇതിൻ്റെ പ്രത്യേകത എക്സ് സ്ക്വയറിൻ്റെ താഴെ കൊച്ചു നമ്പർ, ഇവിടെ B0യും ഇവിടെ 0യും തിരിഞ്ഞു പോലെ. എക്സ് സ്ക്വയറിൻ്റെ താഴെ കൊച്ചു നമ്പർ, വൈ സ്ക്വയറിൻ്റെ താഴെ വലിയ നമ്പർ. അതിന് എക്സാമ്പിൾ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസ് നീളം കൂടി വരികയാണെങ്കിൽ ഫസ്റ്റ് എലിപ്സും എക്സ് ആക്സിസ് നീളം കുറയുവാണെങ്കിൽ സെക്കൻഡ് എലിപ്സും. ഇക്വേഷൻ കാണാൻ പഠിക്കണം. അതിനകത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് എലിപ്സാണ്. പടം വരച്ച് ചെയ്യുന്നെങ്കിൽ നല്ലതാ. പടമൊക്കെ വരച്ച് ഇതിനെ ഇക്വേഷൻ ആക്കാൻ പോവാം. എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഇത് എലിപ്സായി. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലിപ്സായി. അതിനുശേഷം ഓരോ വരികളും നമ്മൾ എടുത്തെഴുതുന്നു. എ സമം 5, ബി സമം 3, പ്ലസ് ഓർ മൈനസ് ഉണ്ട്, അതേ രീതിയിലും കുഴപ്പമില്ല. നേരെ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങളിനി എലിപ്സിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നോ എലിപ്സ് ക്വസ്റ്റ്യൻ നേരെയാണോ നോക്കി, അല്ലെങ്കിൽ എയും ബിയും സിയും എഴുതി പോവാം. റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണെന്ന് നോക്കണേ, ബി സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എടുത്തെഴുതാം എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9, അങ്ങനെ എടുത്തെഴുതി. അതിനുശേഷം എ സ്ക്വയർ 25 മൈനസ് 9 സി ഇസ് ഈക്വൽ ടു റൂട്ട് 60 ഇസ് ഈക്വൽ ടു 4 കിട്ടി. അപ്പം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏത് എലിപ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എലിപ്സ് ഐഡന്റിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയറിന്റെ താഴെ വലിയ നമ്പർ വന്ന ഫസ്റ്റ് എലിപ്സ്, എക്സ് സ്ക്വയറിന്റെ താഴെ കൊച്ചു നമ്പർ വന്ന സെക്കൻഡ് എലിപ്സ് ഐഡന്റിഫൈ ചെയ്തു. അതിന് നേരെ സി കണ്ടുപിടിക്കുക. സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതാൻ ചോദിക്കും. വെർട്ടീസസ് എന്ന് ചോദിച്ചാൽ പ്ലസ് ഓർ മൈനസ് എ കോമ 0, പ്ലസ് ഓർ മൈനസ് എ 5,0. അടുത്തത് ഫോക്കൈ, പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ പഠിച്ചോണം. ഇക്വേഷൻ ഞാനങ്ങ് എഴുതി പോവാ. സി കോമ 0, ഉത്തരം പ്ലസ് ഓർ മൈനസ് 4,0. അടുത്തതാണ് എക്സെൻട്രിസിറ്റി. ഇ ഇസ് ഈക്വൽ ടു സി ബൈ എ, ഇ ഇസ് ഈക്വൽ ടു 4/5. വിലകളെല്ലാം പക്കയായിരിക്കണേ. അടുത്തത് എൽ.എൽ.ആറിൻ്റെ ഫുൾ ഫോമാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഉത്തരം 2b സ്ക്വയർ ബൈ എ. 2 ഇൻറ്റു ബി സ്ക്വയർ എത്രയാണെന്ന് പോയി നോക്കുന്നു, 9 ബൈ എ എത്രയാണെന്ന് നോക്കുന്നു, 5. സോൾവ് ചെയ്യുക. പിന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് തണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇവിടെ ഒരു 5.0 ഇവിടെ ഒരു 0.3 എന്ന് എഴുതി വെക്കും. അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഇത് ഏത് എലിപ്സാ, ഫസ്റ്റ് എലിപ്സ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്പർ 5, അപ്പോൾ അത് എയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വൈ ആക്സിസിൽ 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. കഴിഞ്ഞു. 5 എടുത്ത് എക്സിൻ്റെ താഴെ, 3 എടുത്ത് വൈയുടെ താഴെ സ്ക്വയർ ഇവിടെ എഴുതി. ഇനി ഇതാണെങ്കിലോ പടം തിരിഞ്ഞു വരും. ഇത് 30, ഇത് 0.5 വന്നിരിക്കട്ടെ. ഇത് ഏത് എലിപ്സാ, ഫസ്റ്റ് എലിപ്സ് അല്ല, സെക്കൻഡാ. കാരണം എക്സ് ചെറുതാ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. തെറ്റല്ലേ? എക്സ് സ്ക്വയർ എഴുതി, എക്സ് ആക്സിസിൽ 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതി, വൈ ആക്സിസിൽ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. 3. എലിപ്സ് നോക്കുക. ഹൈപ്പർബോള ഇതേപോലത്തെ സാധനമാണ് ഹൈപ്പർബോള. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഫിഗർ. അടുത്തത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഫിഗർ. രണ്ടും അറിയാലോ ഇതിന്. അപ്പം എലിപ്സ് ഐഡന്റിഫിക്കേഷൻ അറിഞ്ഞു. പിന്നെ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ സംഭവം ഇതാണ്. 2 ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. കഴിഞ്ഞ വർഷം ഹൈപ്പർബോള വന്നതുകൊണ്ട് ഈ വർഷം സാധ്യത കുറവാണ്. എലിപ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പിന്നെ സർക്കിളിൻ്റെ റേഡിയസും സെൻറ്ററും എഴുതാൻ. അതിൻ്റെ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. വേറെ ഒരു നോഡ് എഴുതിയേക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. മൈനസ് 10x മൈനസ് 12y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സെൻറ്റർ എഴുതുന്നതുകൊണ്ട് വേണം. ചുമ്മാതെ 3 മാർക്ക്. എക്സിൻ്റെ മുന്നിലത്തെ നമ്പർ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -8. ആ -8ൻ്റെ നേരെ ഹാഫ് എടുക്കണം, -4. അതിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -8, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം, ഓപ്പോസിറ്റ് +8. അതിൻ്റെ ഹാഫ് എടുക്കണം, അതെത്ര 4. അതാണ് സെൻറ്ററിൽ ആദ്യത്തെ നമ്പർ.
എക്സിൻ്റെ മുന്നിലത്തെ നമ്പർ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ മുന്നിലത്തെ നമ്പർ ഓപ്പോസിറ്റ് ഹാഫ്. ഇനി അടുത്തത് വൈയുടെ മുന്നിലത്തെ നമ്പർ, വൈയുടെ കോയിഫിഷ്യൻറ്റ് 10, നേരെ ഓപ്പോസിറ്റ് 5, നേരെ -5, നേരെ ഹാഫ് എടുക്കണം. ഉത്തരം -5. ചെയ്തത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നറിയോ? എക്സിൻ്റെ മുന്നിൽ ചിഹ്നം എന്തുവാ? മൈനസ്. എങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കണം. നാണ്ട പ്ലസ്, താണ്ട നോക്കണേ, പ്ലസ്. വൈയുടെ മുന്നിൽ പ്ലസ് എങ്കിൽ ഉത്തരം മൈനസ് ആയിരിക്കണം. അപ്പോൾ സെൻറ്റർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒറ്റ സ്റ്റെപ്പിൽ പറയാം. എക്സിൻ്റെ മുന്നിൽ -10, ഓപ്പോസിറ്റ് +10, അതിൻ്റെ പകുതി 5. വൈയുടെ മുന്നിൽ -12, ഓപ്പോസിറ്റ് +12, അതിൻ്റെ പകുതി 6. 5 6. ഒരു മാർക്ക് ചുമ്മാതെ കിട്ടി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മൈനസ് മൈനസ്, ഉത്തരം പ്ലസ് പ്ലസ്. ഇനി റേഡിയസ് കണ്ടുപിടിക്കുന്നുണ്ടോ? ഒരു റൂട്ട് നീട്ടി അങ്ങിടുക. റൂട്ട് നീട്ടിയിട്ടിട്ട് ഈ സെൻറ്ററിലെ ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക 25. ഇനി മൈനസ് എപ്പോഴും എഴുതി അങ്ങിടുക. എഴുതിയിട്ടിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്പർ എടുത്ത് എഴുതി വെച്ചാൽ മതി. ഇത് കാൽക്കുലേറ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് പറയാമല്ലോ. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 25 പ്ലസ് 36 മൈനസ് എഴുതിയിട്ടിട്ട് ലാസ്റ്റ് നമ്പർ 5. ഇത്രയേ ഉള്ളൂ. പിന്നെ പുസ്തകത്തിനകത്തുള്ള സർക്കിളിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും നോക്കണ്ടെന്ന് പറയുന്നില്ല. സെൻറ്ററും റേഡിയസും തന്നിട്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ, സെൻറ്റർ അറ്റ് 3 സെൻറ്റർ 3 ആണ്. ആൻഡ് ദ ടച്ചസ് ദ കോർഡിനേറ്റ് ആക്സിസ്. ഈ ടച്ചസ് ദ കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് 3 ആണ്. 3 സെൻറ്റർ അത് എച്ചും ചെയ്യുക. റേഡിയസ് 6 കിട്ടത്തില്ല. 3 എന്ന് പറഞ്ഞാൽ ടച്ചസ് ദ കോർഡിനേറ്റ് ആക്സിസ് എക്സിൽ നിന്നും 3 യൂണിറ്റ്, വൈയിൽ നിന്നും 3 യൂണിറ്റ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് 3 ആണ്. അപ്പം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ, സെൻറ്റർ 4 4, ടച്ചസ് ദ കോർഡിനേറ്റ് ആക്സിസ്, ദാറ്റ് ഈസ് റേഡിയസ് 4, 5 5, റേഡിയസ് 5. ഇത്രയും. പരാബോള നോക്കുക. 4 പരാബോളയുണ്ട്. പരാബോളയുടെ ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനെ പറ്റി പഠിക്കുന്നു. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്ത് ഇതങ്ങ് പഠിച്ചു. എപ്പോഴും വരുന്ന സാധനമാണ്. NCX = x + y ആണെങ്കിൽ n = x plus, NCX = NCY ആണെങ്കിൽ n = x plus y. കുറച്ച് എക്സാമ്പിൾ പറയാം. NC10 = NC12, ഫൈൻഡ് NC2 എന്ന് ചോദിക്കും. ഒന്നും നോക്കണ്ട, താഴെ കിടക്കുന്ന നമ്പർ കൂട്ടിയെങ്കിൽ വെച്ചാൽ മതി. താണ്ട കറക്റ്റ് പക്ക ഇക്വേഷന് പോകും. കണ്ടില്ലേ? n = 22. ഈ 22 എടുത്ത് ഇവിടെ കൊടുക്കണം. അപ്പോൾ 22 C2. ഇത്രയുള്ള സംഭവം. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. NC2 = NC100 ആണെങ്കിൽ ഫൈൻഡ് NC3 എന്ന് ചോദിച്ചാൽ n = 2 + 100, n = 102, 102 C3. അതും കഴിഞ്ഞു. കോമ്പിനേഷൻ്റെ പ്രോബ്ലം പഠിക്കുക. പിന്നെ കോഡ് 21 പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്, എത്ര കോഡ് വരയ്ക്കാം എന്ന് ചോദിച്ചാൽ 21 C2. 10 പേര് പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു എങ്കിൽ എത്ര ഷേക്ക് ഹാൻഡ്? 10 C2. പഠിച്ചോണേ, 10 C2. 25 പേര് പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, 25 C2. കോഡിൻ്റെ കണക്ക് ചോദിച്ചാലും ഷേക്ക് ഹാൻഡിൻ്റെ കണക്ക് ചോദിച്ചാലും ഒന്നും നോക്കണ്ട, C2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഹിൻ്റ് ഇതാ, ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്, എന്നോന്ന് വെച്ചാൽ നമ്പർ എന്നാണ്, നമ്പർ ഓഫ് പോയിന്റ് C2 = ടോട്ടൽ കോഡ്, CHOD കോഡ്. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ C2 = ടോട്ടൽ ഷേക്ക് ഹാൻഡ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 പേര് തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുത്തു, എത്ര ഷേക്ക് ഹാൻഡ്? 10 C2. ചിലപ്പോൾ ഇവർ ഇങ്ങനെ പറയും, 45 ഷേക്ക് ഹാൻഡ് ഒരിടത്ത് നടന്നു എങ്കിൽ അവിടെ എത്ര പേരുണ്ട്? അപ്പം NC2 = 45. ഹൗ മെനി പേഴ്സൺ എന്ന് ചോദിച്ചാൽ NC2 = 45. NC2 കണ്ടുപിടിക്കുന്ന n × n - 1 ഡിവൈഡഡ് ബൈ 1 × 2 = 45, n × n - 1 ഡിവൈഡഡ് ബൈ 2 = 45, n × n - 1 = 90. അപ്പം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. ഇത് ഓപ്പൺ ചെയ്യൊന്നും വേണ്ട, ചുമ്മാ എളുപ്പം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒരു നമ്പർ, ആ നമ്പറിൽ നിന്ന് 1 കുറച്ചു. ഏതോ ഒരു നമ്പറൊന്നും എനിക്കറിയത്തില്ല. ഒരു നമ്പർ, ആ നമ്പറിൽ നിന്ന് 1 കുറച്ചു, തമ്മിൽ ഗുണിച്ചു 90 കിട്ടി എങ്കിൽ നമ്പർ ഏത്? നമുക്ക് വേണേൽ ഗസ് ചെയ്യാം. ഒരു നമ്പർ 5 എടുത്ത്, 5ൽ നിന്ന് 1 കുറച്ചു 4, 5 × 4 20, 20 അല്ല വരേണ്ടത്. അങ്ങനെ ഏതോ ഒരു നമ്പർ വരുന്നുണ്ട്. 8 എടുത്ത്, 8ൽ നിന്ന് 1 കുറച്ച് 7, 8 × 7 56. കിട്ടത്തില്ല. അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്.
10 എടുത്തു, n 10 എടുത്ത്, 10 നിന്ന് കുറച്ച് 9, 10 × 9 90 കിട്ടി. അപ്പം n = 10. 10 ആൾക്കാർ ഷേക്കാൻഡ് കൊടുത്തപ്പോഴാണ് 40 ഷേക്കാൻഡ് നടന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ 10 സീറ്റ് ഒന്ന് അടിച്ചു നോക്കുക. 45 ആണെങ്കിൽ ഓക്കെ. പിന്നെ പെർമ്യൂട്ടേഷൻ പ്രോബ്ലം, മലയാളം. ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ്, ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ അറേഞ്ച്മെന്റ്, ഫുൾ എണ്ണുക 9 ഫാക്ടോറിയൽ ബൈ, ഫുൾ എണ്ണുക 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. കാരണം ഈ 2 ഫാക്ടോറിയൽ വരുന്നത് m 2 പ്രാവശ്യമുണ്ട്. ഈ 2 ഫാക്ടോറിയൽ വരുന്നത് ഏതാണെന്ന് അറിയാലോ, l 2 പ്രാവശ്യമുണ്ട്. ഈ 4 ഫാക്ടോറിയൽ a 4 പ്രാവശ്യമുണ്ട്. റെപ്പറ്റീഷൻ്റെ പ്രോബ്ലം വരുവാണെങ്കിൽ ഡിവൈഡർ ബൈ കൂടെ ഇടണം. റെപ്പറ്റീഷൻ എവിടെ കയറി വന്നാലും ഡിവൈഡർ ബൈ ഇടണം, മറക്കരുത്. വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. മലയാളം അലഹബാദ്. മൊത്തം എണ്ണുക 1 2 3 4 5 6 7 8 9. അവിടെയും 9 ഫാക്ടോറിയൽ ബൈ എ എണ്ണുന്നു 1 2 3 4 4 ഫാക്ടോറിയൽ, എൽ എണ്ണുന്നു 2 ഫാക്ടോറിയൽ. പിന്നെ നമുക്ക് റെപ്പറ്റീഷൻ ലെറ്റേഴ്സ് കിടപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയേ ഉള്ളൂ. ഇതിൽ കാൽക്കുലേറ്റർ അടിക്കുക, കാൽക്കുലേറ്ററിൽ അടിക്കാനുള്ള. പിന്നെ ഈ മലയാളത്തിനകത്ത് സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് ചോദിക്കും. സ്റ്റാർട്ട് വിത്ത് വൈ ചോദിച്ചാൽ ഈ വൈ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കുക. വൈ എടുക്കരുത്. തനി മലയാളം പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, വൈ എടുക്കരുത്. വൈ എടുക്കാതെ ബാക്കി മൊത്തം ഇരുന്നങ്ങ് എണ്ണണം. ബാക്കി മൊത്തം കൂടെ എണ്ണിയാൽ 8 എണ്ണം. 8 വൈ അങ്ങ് മായ്ച്ച് കളഞ്ഞേ, വൈ ഇല്ലേ, നമുക്ക് വൈ ഇല്ല, പോയി. 8 ഫാക്ടോറിയൽ ബൈ ബാക്കി 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇതാണ് സ്റ്റാർട്ട്. അപ്പോൾ അലഹബാദ് മലയാളം ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിൻ്റെ കണക്ക് നല്ലോണം നോക്കണം. ഇൻഡിപെൻഡൻസ് പിന്നെ ഡോട്ടർ, നമ്മൾ ആ ഡോട്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. DAUGHTER. ഈ ഡോട്ടറിൻ്റെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ. മൊത്തം എണ്ണുന്നു. DAU ആണ് ഇത് G ആണ്. ഫുൾ നല്ലൊന്ന് എഴുതാം. DAUGHTER ഡോട്ടർ. ആദ്യം നമ്മൾ ഡോട്ടറിൻ്റെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്, ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് 1 2 3 4 5 6 7 8 ഫാക്ടോറിയൽ എഴുതി വെച്ച്. റെപ്പറ്റീഷൻ ഒന്നും കിടപ്പില്ല. അപ്പം അത് കഴിഞ്ഞ് ഇനി വവ്വൽസ് ഒക്കർ ടുഗദർ. വവ്വൽസ് ഒക്കർ ടുഗദർ ഓർ വവ്വൽസ് കം ടുഗദർ, ഇതെല്ലാം ഒന്ന് തന്നെ. ഈ വവ്വൽസ് കം ടുഗദർ, ഡു നോട്ട് ഒക്കർ ടുഗദർ ചോദിച്ചാൽ ഒരു സൈഡിൽ വവ്വൽസും മറു സൈഡിൽ കൺസണൻസ് എന്നും എഴുതുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത് കിടക്കുന്ന വവ്വലുകൾ ഏതൊക്കെയാണ്? AEU DGHTR. ഇത് ഇത്ര എഴുതി. ഒന്നുകൂടെ എണ്ണി നോക്കണേ. 1 2 3 4 5 6 7 8. വവ്വൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് 3 ഫാക്ടോറിയൽ. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവം ഇതാണ്. ഇത് 5 എണ്ണമാണ്, അതിൻ്റെ കൂടെ ഒരു 1 കൂട്ടണം. അപ്പോൾ എത്ര വരും? 6 ഫാക്ടോറിയൽ. അവിടെ ഇൻറ്റു ഈ ഒക്കർ ടുഗദർ കം ടുഗദർ എവിടെ ചോദിച്ചാലും, വവ്വൽസ് ഒക്കർ ടുഗദർ ചോദിച്ചാൽ വവ്വൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതങ്ങ് എഴുതി കഴിഞ്ഞു. എന്നിട്ട് ഈ കൺസണൻസിൻ്റെ കൂടെ എപ്പോഴും 1 കൂട്ടണം. ഈ 1 കൂട്ടുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അത് കുറേ ഡെഫിനിഷനൊക്കെ വരുന്നുണ്ട്. തൽക്കാലം ഡെഫിനിഷൻ ഒന്നും പഠിക്കുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. 1 കൂട്ടാൻ മറക്കരുത്. ഇത് വവ്വൽസ് ഒക്കർ ടുഗദർ. പക്ഷേ മെയിൻ എക്സാമിന് ചോദിക്കുന്നത് വവ്വൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ ആണ്. വവ്വൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വരാത്ത കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ടോട്ടൽ കുട്ടികളിൽ നിന്നും വന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കും. ഇതാ കിടക്കുന്ന ടോട്ടൽ കുട്ടികൾ, ടോട്ടൽ അറേഞ്ച്മെൻറ്റ് ഇതാ കിടക്കുന്നത്. വന്ന കുട്ടികൾ ഇതാ കിടക്കുന്നത് 8 ഫാക്ടോറിയൽ മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. സംഭവം കഴിഞ്ഞു. ഇതാണ് ഒക്കർ ടുഗദർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോട്ടർ എന്ന് പറയുന്ന ഈ സെയിം വാക്ക് തന്നെ, ഈ സെയിം വാക്കിൽ നിന്നും 3 വവ്വലിനെയും എടുത്ത് 2 കൺസണൻസിനെയും എടുത്തിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്ന രീതി നമ്മുടെ പുസ്തകത്തിനകത്ത് ഉണ്ടാ പ്രോബ്ലം. ഡോട്ടർ എന്ന് പറയുന്ന വാക്ക് DAUGHTER, ഈ ഡോട്ടർ എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ട് ഇതിൽ നിന്നും 2 വവ്വലിനെ നമുക്ക് എടുക്കണം, 3 കൺസണൻസിനെ എടുക്കണം. എന്നിട്ട് ഇത് അറേഞ്ച് ചെയ്താൽ എത്ര അറേഞ്ച്മെന്റ് നടക്കുമെന്ന് അറിയാം. ഈ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്. ഞാൻ മൊത്തം എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ മൊത്തം എഴുതാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞേ പോകുന്നുള്ളൂ. മിസലേനിയസിലെ ഫസ്റ്റ് പ്രോബ്ലം, മിസലേനിയസ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം. ഹൗ മെനി വേർഡ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഓഫ് ഈച്ച് 2 വവൽസ് ആൻഡ് 3 കൺസണൻസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. അപ്പം നമ്മൾ നേരത്തെ കൂട്ട് വവൽ ഏതൊക്കെയാണ്? AEUവും കൺസണൻസ് ഏതൊക്കെയാണ്? DGHTR ആണ്.
ഇതാണ് വവ്വലും കൺസണൻസും. ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം ഈ വവ്വൽ എന്ന് പറയുന്ന സാധനം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 എണ്ണം എടുക്കണം. 2 എണ്ണം എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 3C2. ഡോട്ടറിനകത്ത് കൺസണൻസ് 5 എണ്ണം, പക്ഷേ 3 എണ്ണം എടുത്താൽ മതി. അത് 5C3 ഇൻറ്റു കഴിഞ്ഞില്ല മക്കളെ. ഇനിയാണ് ഇതിൻ്റെ അടുത്ത ടെസ്റ്റ്. മൊത്തം എത്ര നമ്പർ നമ്മൾ എടുത്ത്? 2, 3, 5 നമ്പർ നമ്മൾ എടുത്ത്. ഈ 5 എണ്ണമാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഇൻറ്റു ഒരു 5 ഫാക്ടോറിയൽ നിന്നും വരും. അത് മറക്കരുത്. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആൻസർ ആയത്. അപ്പം ആദ്യം വവ്വലിൻ്റെ കണ്ടുപിടിച്ചു, കൺസണൻസിൻ്റെ കണ്ടുപിടിച്ചു, അത് സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യണം. അത് നമ്മൾ പാഠമായിട്ട് പണ്ട് എടുത്തതെന്നുള്ള ആ വലിയ വീഡിയോകളൊക്കെ കിടപ്പുണ്ടിൻ്റെ അത് നോക്കിയാൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്, അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു പ്രോബ്ലം നോക്കണം. നല്ല പ്രോബ്ലമാണ്. പിന്നെ 7.4 എക്സസൈസിലെ ഒരു 8ാമത്തെ കണക്കൊന്ന് നോക്കിയേക്കണം. 2ാമത്തെ പ്രോബ്ലം ചെയ്യണം. പിന്നെ 7.3 എക്സസൈസിലോട്ട് നിങ്ങൾ വരുമ്പം 7.3 മൺഡേ എന്ന് പറയുന്ന പ്രോബ്ലവും മിസിസിപ്പി, പിന്നെ വേറെ കാര്യം പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വാക്കിൽ വവ്വൽസ് ഒക്കെ ടുഗദർ, ഡു നോട്ട് ഒക്കെ ടുഗദർ പഠിച്ചോണേ. പെർമ്യൂട്ടേഷൻ നല്ല വാക്കാണ്. പെർമ്യൂട്ടേഷൻസിന്റെ വവ്വൽസ് ഒക്കെ ടുഗദർ ചോദിച്ചാൽ, വവ്വൽസ് ഒക്കർ ചോദിച്ചാൽ അതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് സൈഡിലൊന്ന് എഴുതിയിട്ടേക്കണേ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഫാക്ടോറിയൽ ബൈ ടി റിപ്പീറ്റ് ഉണ്ട്, 2 ഫാക്ടോറിയൽ. അതാണ്ട് ടി 2 എണ്ണം ഉണ്ട്. അതങ്ങ് താഴെ വന്ന് വവ്വൽസ് ഒക്കെ ടുഗദർ ചോദിക്കുമ്പോൾ ഒരു സൈഡിൽ വവ്വൽസ്, മറു സൈഡിൽ കൺസണൻസ്. A, E, I, O, U, P, R, M, T, T, N, S എല്ലാം ഉണ്ടോ നോക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്കറിയാം 5 ഫാക്ടോറിയൽ. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ ടെസ്റ്റ് 7 + 1 എത്ര? 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ബൈ വരാനുള്ള കാരണം ടി റിപ്പീറ്റ് ഇതാ ഇവിടെ വന്ന്. ഇത് വവ്വൽസ് ഒക്കർ. ഡുനോട്ട് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. പിന്നെ അതെത്ര ഉള്ളൂ അതിനകത്ത്? വവ്വൽസ് ഒക്കെ ടുഗദർ, വവ്വൽസ് ഡു നോട്ട് ഒക്കെ ടുഗദർ. പിന്നെ ഇൻഡിപെൻഡൻസ് നോക്കണം. ഇൻഡിപെൻഡൻസ് നല്ല വാക്കാണ്. ഇൻഡിപെൻഡൻസ് മെയിൻ ആണ്. കാരണം അതിനകത്ത് വവ്വൽസ് തന്നെ റിപ്പീറ്റ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അത് നോക്കണം. പിന്നെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യനും NP0 1, NPL N ഫാക്ടോറിയൽ, NC0 1, NCL 1, പിന്നെ NPR ഡിവൈഡഡ് ബൈ NCR R ഫാക്ടോറിയൽ. പിന്നെ ഈ പ്രോബ്ലം കാൽക്കുലേറ്റർ. ഇതൊക്കെ കാൽക്കുലേറ്റർ, ചുമ്മാതെ സമയം കളയാൻ നിൽക്കരുത്. എക്സ് ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട എക്സ് ആണെങ്കിൽ 10 ഫാക്ടോറിനെ പൊക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. കാൽക്കുലേറ്റർ എടുക്കുന്നു, 10 ഫാക്ടോറിയൽ അടിക്കുന്നു, ബ്രാക്കറ്റ് ഇടുന്നു. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ അടിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സീക്വൻറ്റ് അടിക്കുന്നു. സംഭവം 2 മാർക്ക്, ചുമ്മാ മാർക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. 8 ഫാക്ടോറിയൽ ഇൻറ്റു 1/. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കണേ. ഞാൻ നോക്കിയേക്കുക. 8 ഫാക്ടോറിയൽ ഇൻറ്റു 1/3 ഫാക്ടോറിയൽ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 9PR ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് R. കാൽക്കുലേറ്റർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഇതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് GP. പഠിച്ചോ, ഉറപ്പായിട്ടും വരുന്ന ഒരു സാധനമായിരിക്കും 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് GP എന്ന് പറയുന്ന സാധനം. ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. എങ്ങനെ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറയുന്നില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP ഇസ് ഈക്വൽ ടു 13/12 ആൻഡ് ദെയർ പ്രോഡക്റ്റ് -1 ആണെങ്കിൽ ഫൈൻഡ് ദ ടേംസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഉണ്ട്. നിങ്ങളുടെ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ പഠിച്ചേക്കണേ. മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ടേംസ് ഓഫ് GP ആർ നീഡഡ് ടു give the sum 3069 divided by 512. ആ GP ഇതാണ് ഇവിടെ. 3, 3/2, 3/4 എക്സെട്ര. ഒരു GP തന്നിട്ട് സമ്മും തന്നു.
എത്രാമത്തെ ടേമിൻ്റെ സമ്മാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പ്രോബ്ലം നോക്കുക. പിന്നെ ഇല്ല 7, 77, 777 അറിയാമല്ലോ. ഈ പ്രോബ്ലം എല്ലാവരും കാണാതെ പഠിച്ച് വെച്ചേക്കുന്നതായിരിക്കും. ഇതും ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ 3 പ്രോബ്ലം ഇതിനകത്ത് നല്ലത് നോക്കണേ. ഈ 3 പ്രോബ്ലം മെയിൻ 3 പ്രോബ്ലമാണേ. 3 പ്രോബ്ലം നോക്കുക. പിന്നെ ഈ ഒരു പ്രോബ്ലം നോക്കൂ. പിന്നെ the third, 8th, the third, 8th, 13th terms of GPR x, y, z ആണെങ്കിൽ ഒന്ന് prove that x, y, z are in GP. 2 y square prove that വീണ്ടും prove that y square is equal to xz. 3 മൂന്നാമത്തെ പാട്ട് തന്നെ ഇത്രയേ ഉള്ളൂ. y raised to 10 divided by xz the whole raised to 5 is equal to 1. ഇതെല്ലാം prove that, എല്ലാം prove that ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ -2/7 x -7/2 r in GP ആയാൽ ഫൈൻഡ് x എന്ന് ചോദിക്കും. അപ്പോൾ ഇത് a b c. b is equal to root ac. b is equal to root of -2/7 into -7/2. b is equal to root 1. b is equal to plus or minus 1. ഇതാണ് ജി പിക്കകത്ത് പഠിക്കുന്നത്. പിന്നെ ജി പിക്കകത്ത് നോക്കുന്നത് 9.3 എക്സസൈസിനകത്ത് നോക്കണേ. 9.3 എക്സസൈസിനകത്ത് മൂന്നാമത്തെ പ്രോബ്ലം പഠിക്കണം. 3 മെയിൻ ഇപ്പം ചെയ്ത അതേ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കുക. പിന്നെ 13, 14, 15, 16, 17 ഇത് ഇത്രയും പ്രോബ്ലം പഠിക്കുക. നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഒരു സാധനമുണ്ട്, സം ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 1 - r. ഇപ്പം 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ a 1/2 r കണ്ടുപിടിക്കണം. 1/4 ഡിവൈഡഡ് ബൈ 1/2 ഉത്തരം 1/2. ഇതെടുത്ത് അവിടെ കൊടുത്താൽ മതി. 1/2 ഡിവൈഡഡ് ബൈ 1 - 1/2 ഇത്രയേ ഉള്ളൂ സംഭവം. സോൾവ് ചെയ്താൽ മതി. അതേപോലെ 1 - 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് മൈനസ് 1/2 ക്യൂബ് പ്ലസ് എന്നും പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ a 1 6 - 1/2 സം ടു ഇൻഫിനിറ്റി കൊടുക്കുക. പിന്നെ 3 ജിയോമെട്രിക് മീൻ എഴുതുന്നില്ല. 3 ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ 1 and 256 നോക്കണേ. സിമ്പിളാ. ഇവിടെ 1 എഴുതുക. G1, G2, G3, 256. ജിയോമെട്രിക് മീനെ ഡിനോട്ട് ചെയ്യുന്നതാണ് G1, G2, G3. 1ൻ്റെയും 256ൻ്റെയും ഇടയ്ക്ക് 3 ജിയോമെട്രിക് മീനുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ജി എ. ഇത് നമുക്കറിയാം. ജി പിയുടെ ടേംസ് എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റൈസ് ടു 4. ജിയോമെട്രിക് മീൻ ജി പി ആയിട്ട് ബന്ധപ്പെട്ടയാണ്. ഡിനോട്ട് ചെയ്യുന്നത് G1, G2, G3. എ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു 1. എ ആർ റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 256 ആണ്. എ 1 1 ഇൻറ്റു ആർ റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 256. ആർ റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 256. ആർ ഇസ് ഈക്വൽ ടു 4th റൂട്ട് ഓഫ് 256. ആർ ഇസ് ഈക്വൽ ടു 4. ഈ വിലകൾ എടുത്ത് ഇവിടെ എല്ലാം ഇട്ട് കൊടുക്കണം. 1 1 ഇൻറ്റു 4 1 ഇൻറ്റു 4 സ്ക്വയർ 1 ഇൻറ്റു 4 ക്യൂബ് 1 ഇൻറ്റു 4 റൈസ് ടു 4. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ആൻസറായി. ഇത്രയേ ഉള്ളൂ. പിന്നെ ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ റൂട്ട് എ ബി. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ റൂട്ട് എ ബി. ഇപ്പം ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ 5 and 125 ചോദിച്ചാൽ റൂട്ട് ഓഫ് 5 ഇൻറ്റു 125 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625 ഇസ് ഈക്വൽ ടു 25. ഇത് ജി പിക്കകത്ത് പോകുമ്പോൾ ഇപ്പോൾ കോണിക്ക് പറഞ്ഞു 3D പിന്നെ അറിയാലോ. 3Dയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. 3D അതുപോലെ തന്നെ 3Dയുടെ ആ വീഡിയോ മൊത്തം കാണണം. കോംപ്ലക്സ് സമ്മർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം അതേപോലെ തന്നെ കാണുകയും വേണം. കോംപ്ലക്സ് സമ്മർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, 3D ഉണ്ട്, പിന്നെ ട്രിഗണോമെട്രിയുടെ ഇട്ടിട്ടുണ്ട്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതൊക്കെ അതുപോലെ കാണുക. പിന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്ത് നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത് ഒരു പടം ഇഞ്ഞ് തരും. പടം ഇഞ്ഞ് തന്നിട്ട് ഈ ഫംഗ്ഷൻ എഴുതാനും അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാനും ചോദിക്കാറുണ്ട്. അല്ലാതെ വലിയ ഒന്നും വരാത്തില്ല. കൊച്ചു ക്വസ്റ്റ്യനൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. നമ്മളത് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഫിഗറുകളെല്ലാം നല്ല വൃത്തിയായിട്ടങ്ങ് പഠിക്കുക. നമുക്ക് മോഡ് എക്സിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതിൻ്റെ ഫിഗർ എങ്ങാനും വരയ്ക്കാൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഇവിടെ എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ്. എന്നിട്ട് ഒത്തിരി വിലകളൊന്നും വേണ്ട, കുറച്ച് ഒരു 6-7 നമ്പർ. ഒത്തിരി എഴുതാറില്ല. 0 1 2 3 -1 -2 -3. എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ ആദ്യം നമുക്ക് 0 കൊടുക്കാം. 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ മോഡ് 1 എന്ത് തന്നെ 1, എക്സിന് 2 മോഡ് 2
2 മോഡ് 3 3 മോഡ് -1 മോഡ് -1 എന്ത് 1 ആണ് 1 2 3 ഒരു പടമൊക്കെ വരയ്ക്കും. വേണേ കോർഡിനേറ്റ് ആക്കാം -3 3 -2 2 -1 1 0 0 1 1 2 2 3 3 0 0 ഇവിടെ 1 1 ഏകദേശം ദാണ്ട് ഇവിടെ 1 2 3 4 1 2 3 -1 -2 -3 കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല കാരണം നമ്മൾ റഫായിട്ട് വരയ്ക്കുക 1 1 2 2 3 3 ദാണ്ട് ഇങ്ങനെ പോകും ഒരൊറ്റ സ്ട്രൈറ്റ്. അടുത്തത് -1 1 -2 2 2 ഇതാണ് മോഡെക്സിൻ്റെ ഫിഗർ. മോഡെക്സിൻ്റെ ഫിഗർ കിട്ടിയാൽ എല്ലാവർക്കും മോഡെക്സിൻ്റെ ഫിഗർ കണ്ടേ. അതുപോലെ അടുത്ത f of x is equal to മൈനസ് മോഡെക്സ്. ഇതുപോലെ തന്നെ ഫിഗർ താണ്ട് ഇങ്ങോട്ട് വരും. ഇതാണ് ഫിഗർ മൈനസ് മോഡെക്സിൻ്റെ ഫിഗർ. ഇതാണ് ഒറിജിനൽ വന്ന് ടച്ച് ചെയ്യണേ തിരിഞ്ഞു മക്കളെ മൈനസ് അല്ലേ. അടുത്തത് ഇതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചോ, സാധ്യത കൂടുതൽ. 1 - x 1 x + 1 x <0 x = 0 x > 0. ഇതിൻ്റെ ഫിഗർ കാണാൻ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. എക്സിൻ്റെ വിലകൾ തരുന്നുണ്ട് നമുക്കിവിടെ. എക്സിൻ്റെ വില 0 < 0 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പം നമ്മളിതിനെ കോളം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കോളം ഉണ്ടാക്കി തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഫിഗറിൻ്റെ ഷേപ്പ് താണ്ട് ഇതാണ്. x = 0 നേരെ എത്ര? നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞാൽ x = 0യുടെ നേരെ എത്ര? ഇപ്പോൾ 1 - x എടുത്ത് x < 0 0 ആണ് വലുത്, x ചെറുതാണ്. അപ്പോൾ അറിയാമല്ലോ. പിന്നെ 1 = x സോറി x = 0. ഫിഗർ പഠിപ്പിക്കും എങ്ങനെയാണ്. x = 0യുടെ നേരെ f of x എത്ര? 1 ആണ്. അപ്പോൾ 0 1 നിന്ന് ഇത് ഒറിജിനാണ്. വി ഷേപ്പാണ്. എന്നാണ്ട് ഇവിടുന്ന് പോവും അവിടെ ടച്ച് ചെയ്ത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം വേറെ ഏതെങ്കിലും ഒരു നമ്പർ എക്സിന് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നമ്പറൊക്കെ കൊടുക്കുക. x < or = 0 എന്ന് പറയുമ്പോൾ <0 എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം 0 ആണ് വലുത്, x ചെറുതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സിന് ഒരു വിലയും കൊടുക്കും. 0യുടെ തൊട്ട് താഴെയുള്ള ഒരു വിലയും കൊടുക്കുന്നത് നമുക്ക് -1 കൊടുക്കാം. -1 കൊടുത്താൽ എന്ത് വരും? -1 എക്സിന് നമ്മൾ -1 അപ്പോൾ 1 - എക്സിൻ്റെ x > 0 നടക്കുമ്പോൾ എക്സിന് ഞാൻ -1 കൊടുക്കുന്നു. എക്സിന് -1 കൊടുത്താൽ f of x = എന്ത് വരും? 1 - -1 എത്ര കിട്ടും? 2 -1 2 കിട്ടും. -1 2 അടയാളപ്പെടുത്താൻ അറിയില്ലേ നിങ്ങൾക്ക്? ഇവിടെ -1 ഇവിടെ -2 ഇവിടെ 1 ഇവിടെ 2 ഇത് 1 ഇത് 2 -1 2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. ഇനി x + 1 എന്തുവാ > 0. എക്സിന് നിങ്ങൾ 0യേക്കാൾ വലിയൊരു നമ്പർ ഒരു 2 കൊടുക്കും. 2 + 1 എത്ര കിട്ടും? 3. അപ്പോൾ അടുത്ത നമ്പർ കിട്ടി ഏതാ? എക്സിന് 2 അല്ലേ കൊടുത്തേ? 2,3 2,3 ഇതാ ഇവിടെ കാണാൻ വരും. ഇതിങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുമോ? ഇതിങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. കണ്ടേ, ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഫിഗർ പഠിച്ചോണേ. ഫിഗർ വരയ്ക്കാൻ ചോദിക്കുവേ. അപ്പം ഇതിനുള്ള ഏറ്റവും ഇടയുള്ളൂ. നടുക്ക് കിടക്കുന്ന നമ്പർ എത്ര? 1 അല്ലേ. y ആക്സിസിൽ 1 ഇത് വി ഷേപ്പ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം ഇങ്ങനെ കാണാൻ കിടന്നു ചുമ്മാട്. നമ്മൾ ചുമ്മാതെ ഇവിടെ ഒരു 1 - x എന്നും അല്ലെങ്കിൽ ഇവിടെ കാണാം ഒരു 2 - x ആയിക്കോട്ടെ. ഇവിടെ ഒരു 2 ഇവിടെ ഒരു 2 + x x = 0 x ഇങ്ങനെയൊക്കെ കിടക്കുവാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട മക്കളെ. ഇത് കണ്ട 2 അല്ലേ. y വി ഷേപ്പ്. y ആക്സിസിൽ ഇത് 1 ഇത് 2 ഇവിടുന്ന് വി ഷേപ്പ്. ഇത്രയേ ഉള്ളൂ സംഭവം. 3 ആണെങ്കിൽ 3 എന്ന് വി ഷേപ്പ്. ആ പടം പഠിച്ചോളാം. പിന്നെ ദാണ്ട് ഈ പടം മോഡുലസ് ഓഫ് x + 1ൻ്റെ പടവും മോഡ് x + 1ൻ്റെ പടവും. ഇത് രണ്ടും ഡിഫറൻറ്റ് പടങ്ങളാണ്. മോഡ് x + 1ൻ്റെ പടം എന്ന് പറയുമ്പോൾ മോഡ് x + 1 ഇപ്പം നമ്മൾ f of x സോറി x ഇവിടെ f of x എന്തുവാ? മോഡ് x + 1 നേരത്തെ കൂട്ട് കോളം ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഈ പടത്തിനകത്ത് ഫിഗറിനെ പറ്റിയേ പറയുന്നുള്ളേ. 0 കൊടുത്താൽ ഇവിടെ 0 കൊടുത്താൽ 0 + 1 ഉത്തരം എത്ര? 1 1 കൊടുത്തു. 1 + 1 ഉത്തരം എത്ര? 2. എക്സിന് 2 കൊടുത്തു. 2 + 1 ഉത്തരം എത്ര? 3. അങ്ങനെ ഇവിടെ -1 കൊടുത്തു 0 അല്ലെങ്കിൽ -2 കൊടുത്തു. -2 + 1 ഓരോന്ന് നോക്കണേ. -1 ഇല്ല, വെറും 1. അപ്പോൾ മോഡുലസ് ഓഫ് x + 1ൻ്റെ പടം നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. 0 1 നമ്മൾ ഇപ്പോഴും കോർഡിനേറ്റ് ആയിട്ട് എഴുതിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റത്തില്ല.
01 എവിടെ വരും? 01 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ 1 ദാ ഇവിടെ. ഇത് 1 2 3 എന്ന് വേണമെന്ന് കൊടുത്തു. 01 ദാ ഇവിടെ ഇൻറ്റു മാർക്ക് ചെയ്ത് 1 2 ദാ ഇവിടെ ചെയ്ത് 2 3 ഏകദേശം ഇവിടെ വരും. -1 0 -1 0 ദാണ്ട് ഇവിടെ 1 -2 -2 1 ദാ ഇവിടെ നിന്ന് ഇങ്ങനെ V ഷേപ്പ് കണ്ടോ. അപ്പോൾ അതിനൊരു ഹിന്റ് പറഞ്ഞു തന്നേക്കാം. ഫംഗ്ഷൻ ഒന്നും എഴുതാത്തൊരു ഹിന്റ് പടം ഒറ്റ സ്റ്റെപ്പിൽ വരയ്ക്കുന്ന പറഞ്ഞുതരാം. മോഡ് x+1 നിന്റെ ഫിഗർ ആണ് വരയ്ക്കണമെങ്കിൽ ഈ മോഡെല്ലാം എടുത്ത് കളഞ്ഞിട്ട് x+1 = എന്തെന്ന് വരും? 0. അപ്പോൾ അതിനകത്ത് നിന്ന് x = എന്തുവാ? -1. x = -1 എന്ന് V ഷേപ്പ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മോഡ് x+2 ചോദിച്ചു. അപ്പം മോഡ് എടുത്ത് കളഞ്ഞാൽ x+2 = 0, x = -2, x ആക്സിസിൽ -2 എന്ന് -1 -2 ഇവിടുന്ന് ഇങ്ങനെ V ഷേപ്പ് കണ്ട. ഇത്രയേ ഉള്ളൂ അത്. പിന്നെ മോഡ് x+1ന്റെ ഫിഗർ കൂടെ പഠിച്ചോണേ. മോഡ് x+1ന്റെ ഫിഗർ നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച എക്സാമ്പിളിന്റെ ഫിഗറാണ്. അതാണ്ട് ഈ ഫിഗറാണ് മോഡ് x+1 വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്നത് രണ്ടെണ്ണമാണ്. മോഡ് x+1ന്റെ ഫിഗർ ഇത് തന്നെ. ഒരുപാട് വിലയൊന്നും ഇട്ട് കൊടുക്കണ്ട. മോഡ് x+1ന്റെ ഫിഗർ ഇത് തന്നെ. അപ്പം മോഡ് x+1നെ വിളിക്കുന്ന വേറൊരു പേരൂടാണിത്. അത് രണ്ടും പഠിച്ചോണം. അപ്പം ഈ മോഡിന്റെ രണ്ട് ഫിഗറും പഠിച്ചോണം. പിന്നെ ഒരു ഫിഗർ താണ്ടെ നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറോടെ നോക്കിയേക്കണേ. 1 + x 1 - x -1 < x < 0. പിന്നെ 0 < x < 1 ഇതിന്റെ ഫിഗർ താണ്ടിതാ പുസ്തകത്തിൽ വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ റിലേഷൻ്റെ ഫംഗ്ഷനകത്തുനിന്ന് ഒരു ഫിഗറിന്റെ കണക്ക് ചോദിക്കും. പിന്നെ ഡൊമൈനും റേഞ്ച് വരുന്ന കണക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൊമൈനും റേഞ്ച് വരുന്നത് അത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ y = വെറും x ആണെങ്കിൽ V ഷേപ്പ് അറിയാമേ. ഇങ്ങനെ V അല്ല, കറക്റ്റ് നടുക്കൂടി ഇങ്ങനെ പോകുന്ന സാർ. y = x എന്നും പറഞ്ഞ് വരികയാണെങ്കിൽ ഇതാണ് നടുക്കൂടി ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കൂടി പോകും. ആ ഫിഗറുകളെല്ലാം പഠിക്കുക. പിന്നെ അതിനകത്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ്. f(x) = ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിടുന്നുള്ളൂ, ചെയ്ത് നോക്കേണ്ടതാണ്. ഡിവൈഡഡ് ബൈ x² - 5x + 4 ഫൈൻഡ് ദ ഡൊമൈൻ. ഒന്നത് f(x) = x² + 2x + 3 ഡിവൈഡഡ് ബൈ x² - 8x + 12 ഫൈൻഡ് ദ ഡൊമൈൻ. ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ രണ്ട് ക്വസ്റ്റ്യനും മെയിൻ ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എഴുതിയിരുന്നത്. നമ്മൾ ഈ വെറും ചീള് ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ല. അതേപോലെ f(x) = x+2 ഡിവൈഡഡ് ബൈ x - 2 ആണെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ചും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനൊരു രണ്ടാമത്തെ പാർട്ടുണ്ടേ. രണ്ടാമതൊരു പാർട്ട് ഇതാണ്. പ്രൂവ് ദാറ്റ് f(x) × f - x പ്ലസ് f(0) = 0 എന്ന് പ്രൂവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. പിന്നെ f(x) = √9 - x². ഇതിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇതും പഠിക്കണം. ഇത് പഠിച്ചോണേ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇത് ഇത്രയും പഠിക്കുക. എല്ലാത്തിൻ്റെയും ഡൊമൈൻ ആൻഡ് റേഞ്ച് പഠിക്കണം. കൂടാതെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡൊമൈൻ ആൻഡ് റേഞ്ച് പഠിക്കണം. അല്ലാതെ നമുക്കിനി ഇതിനകത്ത് പിന്നെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ഫ്രം A to B. റിലേഷൻ n(a) = p യും n(b) = q യും ആണെങ്കിൽ, റിലേഷൻ ഫ്രം A to B ആണെങ്കിൽ, റിലേഷൻ ഫ്രം A to B ആണെങ്കിൽ ഉത്തരം 2^pq. 2^pq ആണ്. അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം നമുക്ക്. A = 1 2 3, B = 4 5. നിങ്ങൾക്ക് അറിയാം n(a) = എത്ര ഉണ്ട്? 3. n(b) = എത്ര? 2. ദാണ്ട് കൊടുക്കുന്നത് 2^3 × 2. ഉത്തരം 2^6. ഉത്തരം എത്രയെന്ന് വെച്ചാൽ എഴുതി വെക്കോ. ഇത്രയേ ഉള്ളൂ. അപ്പം 64. അപ്പം ഇത് കഴിയും റിലേഷൻ്റെ ഫംഗ്ഷനകത്തുള്ളത്. പിന്നെ A×B യും B×A എഴുതാൻ അതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. പിന്നെ ഒരു സെറ്റ് തന്നിട്ട് റിലേഷൻ തന്നിട്ട് അതിൻ്റെ ഇപ്പം 1 6 2 7 അല്ലെങ്കിൽ 3 8 4 9 5 10 ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ് ഡൊമൈൻ. ഫസ്റ്റ് നമ്പർ. ഈ കിടക്കുന്ന ഫസ്റ്റ് നമ്പറുകളെല്ലാം കൂടി സെറ്റ് ആക്കും. 1 2 3 4 5 ആണോ? റേഞ്ച് എന്ന് പറയുമ്പം ഏതാ? സെക്കൻഡ് നമ്പർ. 6 7 8 9 10. ചുമ്മാ ഒരു മാർക്ക് കിട്ടുന്ന സാധനങ്ങൾ. അപ്പം
എ ക്രോസ് ബി എഴുതാൻ അറിയാം, ബി ക്രോസ് എഴുതാൻ അറിയാം, അതിൽ നിന്നും ഡൊമൈനും റേഞ്ചും എഴുതാൻ അറിയാം. ഈ പിന്നെ എ ക്രോസ് ബിയും ബി ക്രോസ് എയും അത് എഴുതാനൂടെ പഠിക്കണേ, എല്ലാവരും പഠിക്കണേ. പിന്നെ ഏതെങ്കിലും ഒരു റിലേഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പഠിക്കണം. അതിനകത്ത് നോക്കിക്കൊണ്ട് പോകേണ്ട 1-2 പ്രോബ്ലം തന്നെ ഇതാണ്. ഡിറ്റർമിൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് റിലേഷൻ R is equal to ഇതങ്ങ് പഠിച്ചോണേ. എഫ് ഓഫ് എക്സ് is equal to x ക്യൂബ്. എക്സ് ഈസ് എ പ്രൈം നമ്പർ, അത് നോക്കുക, പ്രൈം നമ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ എ തന്നിട്ടുണ്ട് 1 2 3 4 5 6, ഇത് ഇത്രയും എ സെറ്റാണ്. ഡിഫൈൻ ദ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. നല്ല ക്വസ്റ്റ്യൻ. എ ടു എ ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പം എക്സ് കോമ വൈ ഇട്ടിട്ട് y is equal to x plus 1 പഠിച്ചോ. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, ഡൊമൈനും റേഞ്ചും എഴുതണം, കോഡൊമൈനും എഴുതാൻ ചോദിക്കും. അപ്പം ഇത് ഇത്രയും നോക്കുക ഇതിനകത്ത്. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരുപാടുണ്ട്. സ്ട്രെയിറ്റ് ലൈനകത്ത് എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിക്കും. സ്ലോപ്പ് നിങ്ങൾക്ക് അറിയാം, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ 2 പോയിന്റ് തന്നാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാൻ പഠിക്കണം, അത് പഠിക്കണം. അത് നമുക്ക് y - y1 is equal to m into x - x1. പിന്നെ അതിനകത്ത് പിന്നെ പഠിച്ചുകൊണ്ട് പോകേണ്ടതെന്ന് പറയുമ്പം ഡിസ്റ്റൻസ് നോക്കിയേക്കണേ മക്കളെ. ഡിസ്റ്റൻസ് പോയിന്റിൽ നിന്നും ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ √a² പ്ലസ് b². പഠിക്കണം. പിന്നെ പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് പഠിക്കണം, അത് പഠിക്കണം. ആംഗിൾ പുസ്തകത്തിനകത്തുള്ളത് എല്ലാം കൂടെ നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട, പുസ്തകത്തിനകത്തുള്ളത് മാത്രം പഠിച്ചാൽ മതി. പുസ്തകത്തിനകത്തുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമ്പിൾ എന്ന് വെച്ചാൽ പുസ്തകത്തിനകത്തുള്ള നമ്മുടെ പുസ്തകത്തിനകത്ത് കിടക്കുന്ന എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വേണേൽ പറയാം. എല്ലാം ഒന്നും നോക്കണ്ട. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ എന്ന് വെച്ചാൽ 10.1-ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 10.2-ലോട്ട് വരുമ്പോൾ ഇന്റർസെപ്റ്റ് ഫോം മക്കളെ, അത് ഉറപ്പായിട്ടും വരുന്ന ഒരു സാധനം. ഇന്റർസെപ്റ്റ് ഫോമിന്റെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറുള്ള വർഷങ്ങളെല്ലാം കയറി വരുന്നതാണ്, അത് പഠിച്ചോണേ. ഇന്റർസെപ്റ്റ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 10.2 എക്സസൈസിനകത്ത് പഴയ പുസ്തക പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ കൊച്ചു ക്വസ്റ്റ്യനാ, വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നോക്കിയത് 3x - 4y + 10 = 0. എന്നിട്ട് ഇതിൻ്റെ 1ാമത്തെ പാർട്ട് റൈറ്റ് ദ ഇന്റർസെപ്റ്റ് ഫോം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3x - 4y = -10 എന്ന് എടുക്കുക. ഇന്റർസെപ്റ്റ് ഫോം ഇതാണ്. x/a + y/b = 1. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യുന്നില്ല, കുറെ പറഞ്ഞ് അങ്ങ് പോവുക. ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ നോക്കണം. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇതിനെ ആക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് = കഴിഞ്ഞ് 1 വരാവും. ഹോൾ ഡിവൈഡഡ് ബൈ -10. -10 കൊണ്ട് മൊത്തം എണ്ണത്തിലേക്ക് ഹരിക്കണം. പറഞ്ഞു 3x ഡിവൈഡഡ് ബൈ -10 - 4y ഡിവൈഡഡ് ബൈ -10 is equal to -10 ഡിവൈഡഡ് ബൈ -10. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 1 മൈനസ് പ്ലസ് ആയി. 4y ഡിവൈഡഡ് ബൈ 10 പ്ലസ് ആണ്. 3x ഡിവൈഡഡ് ബൈ -10. ഇത് കറക്റ്റ് ഇന്റർസെപ്റ്റ് ഫോം ആയിട്ടില്ല. ഈ 3യെ താഴോട്ട് കൊണ്ടുവരിക. അപ്പം x ഡിവൈഡഡ് ബൈ -10/3 പ്ലസ് y ഡിവൈഡഡ് ബൈ 10/4 is equal to 1. ഇതിപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം ആയി. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. 1 മാർക്ക്. ഇനി എക്സ് ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റൈറ്റ് ദ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നിന്ന് റൈറ്റ് ദ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ഈ എക്സിന്റെ താഴെ കിടക്കുന്ന നമ്പറാണ് എക്സ് ഇന്റർസെപ്റ്റ്. അപ്പം എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര? -10/3. y ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ വൈയുടെ താഴെ കിടക്കുന്നത് 10/4. ഇത് പഠിച്ചോണം. അപ്പോൾ എപ്പോഴും നമുക്ക് സ്ലോപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണും, ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ ഒരു ക്വസ്റ്റ്യൻ കാണും, കൂടാതെ ഇന്റർസെപ്റ്റ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഡിസ്റ്റൻസ് പഠിച്ചോണം. ഇന്റർസെപ്റ്റ് ഫോമിന്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, നിങ്ങളത് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇന്റർസെപ്റ്റ് ഫോം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 2. Find the equation of line passing through the point 2 2 and cutting of intercept on the axis and whose sum is 9. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേക്കണം. പിന്നെ ആംഗിളിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇത് ആംഗിളിന്റെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേക്കണം. y -
റൂട്ട് 3x മൈനസ് 5 ഇസ് ഈക്വൽ ടു 0യും റൂട്ട് 3y മൈനസ് 6 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0യും ആണെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ക്വസ്റ്റ്യനെ നേരെയാക്കുക. പറ. മൈനസ് റൂട്ട് 3x പ്ലസ് y മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് m1 ഇസ് ഈക്വൽ ടു മൈനസ് a ബൈ ബി എന്നാണ്. മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 1 m1 ഇസ് ഈക്വൽ ടു റൂട്ട് 3. m1 കിട്ടി. അതേപോലെ ഇത് നേരെയാക്കി പറയുക. പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. എ സ്ലോപ്പ് m2 എടുക്കാം. m2 ഇസ് ഈക്വൽ ടു മൈനസ് a ബൈ ബി എന്നാണ്. വീണ്ടും നമ്മൾ മൈനസ് എഴുതി. മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 1 ബൈ റൂട്ട് 3. അപ്പോൾ ഇത് m2. ഇക്വേഷൻ അറിയാമല്ലോ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഉത്തരവായി. ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ നോക്കണം. പിന്നെ ഇൻ്റർസെപ്റ്റ് മൂവിൻ്റെ പറഞ്ഞു. പിന്നെ ഒരൊറ്റ ക്വസ്റ്റ്യനോടൊന്ന് പറഞ്ഞേക്കാം. ഈ ഒരു ക്വസ്റ്റ്യനോടൊന്ന് നോക്കി പോവുക. ആംഗിളുമായിട്ട് റിലേറ്റഡ് തന്നെ. ആംഗിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയൊരു ഇത് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ടേക്കാം. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ ഈസ് π/4. രണ്ട് ലൈനിൻ്റെ ആംഗിൾ π/4 ആണ്. എന്നിട്ട് സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഈസ് 1/2 ആണെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ. ഒന്ന് നോക്കിയേക്കണേ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അനദർ ലൈൻ. പിന്നെ പെർപെൻഡിക്കുലറായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ 3 നമ്മുടെ പുസ്തകത്തിൽ ചെയ്തിട്ടേക്കുന്ന എക്സാമ്പിൾ 3 ഒന്ന് നോക്കണേ. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. 4 പോയിന്റ് വന്നിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതിയിട്ടേക്കാം. -2 6 ആൻഡ് 4 8 എന്നിട്ട് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത്രയുള്ളൂ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ദ എബോവ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു 8 12 ആൻഡ് x 24. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിന്റെ സ്ലോപ്പും കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേര് m1 ഞാനങ്ങ് എഴുതാം. 1/3. ഇതിന്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേര് m2 ഞാനങ്ങ് എഴുതി വെക്കാം. 12/x-8. രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ m1 പെർപെൻഡിക്കുലർ ടു m2 എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1 ആയിരിക്കണം. അപ്പോൾ 1/3 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ x-8 ഇസ് ഈക്വൽ ടു -1. ദാ കട്ടായി 4 ഡിവൈഡഡ് ബൈ x-8 ഇസ് ഈക്വൽ ടു -1. 4 ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു x-8. ഓപ്പൺ ചെയ്യുമ്പോൾ 4 ഇസ് ഈക്വൽ ടു -6 പ്ലസ് 8. x is equal to 8 minus 4, x is equal to 4. ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബൈനോമിയൽ തിയറം അറിയാലോ. ഒരു മാർക്ക് തന്നെ കിട്ടി എല്ലാവർക്കും. a+b⁵ എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? 6. a+b⁵ എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടൈം? 8. അത് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. പവർ നോക്കുക, പവറിനേക്കാൾ ഒന്ന് കൂട്ടുക. a+b⁵ 25 ആണെങ്കിൽ 26 ടൈം. a+b⁵ 5 ആണെങ്കിൽ 6. a+b⁵n ആണ് n+1. പിന്നെ എക്സ്പാൻഷൻ എപ്പോഴും x² - 2/x⁴, x² - 3/x⁴. മൈനസിന്റെ കണക്കുകൾ പഠിക്കുക. 101 എഴുതുന്നത് 100 + 1 99 ഉത്തരം 100 - 1 ബൈനോമിയൽ തിയറം എപ്പോഴും പ്ലസ് മൈനസിന്റെ കണക്കായിരിക്കും വരുന്നത്. മൈനസിന്റെ കണക്ക് നല്ലപോലെ പഠിക്കണം. x + 1/x⁵ ഇത് പഠിക്കണം. പിന്നെ അതിനകത്ത് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത് x + y⁴ പ്ലസ് x - y⁴. ഹെൻസ് ഇവാലുവേറ്റ് √3 + √2⁴ പ്ലസ് √3 - √2⁴. ആദ്യം നിങ്ങൾ x + y⁴ എക്സ്പാൻഷൻ എഴുതി വെക്കുക. ഞാനത് ഡയറക്റ്റ് എഴുതാം. x + y⁴ is equal to x⁴ plus 4x³ y plus 6x² y² plus 4xy³ plus y⁴. അറിയാലോ 4 വന്നാൽ 5 ടൈം വരണം. 1 2 3 4 5. x - y⁴ അപ്പം കണ്ടുപിടിക്കേണ്ട. ഈ സാധനം അതേപോലെ തന്നെ ചിഹ്നം മാറ്റി കൊടുക്കണം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചിഹ്നം മാറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളേ, തെറ്റിപ്പോവല്ലേ. പ്ലസ് y⁴. ഒന്നുകൂടെ നോക്കണം. മൈനസ്. ഇനി ഒരു വരയിടുക. ആഡ് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ x + y⁴ പ്ലസ് x - y⁴ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് സെയിം മൊത്തം കട്ട് ചെയ്തോളെ.
ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് സൈൻ മൊത്തം കട്ട് ചെയ്യുക. ഇനി ആഡ് ചെയ്യുക. എക്സ് റേസ്റ്റ് 4 എക്സ് റേസ്റ്റ് 4 2x4 പ്ലസ് 12x² പ്ലസ് 2y4. ഇനി നമ്മൾ എന്ത് കോമൺ എടുക്കുക? 2 കോമൺ എടുത്ത് എക്സിന്റെ സ്ഥാനത്ത് √3 വൈയുടെ സ്ഥാനത്ത് √2 കൊടുക്കുക. വലിയ ക്വസ്റ്റ്യൻ ആണ്, സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഇതിന്റെ മൈനസിന്റെയും ചെയ്ത് പഠിക്കുക. പിന്നെ സെറ്റിനകത്തുനിന്ന് അത് നമ്മൾ പറയുന്നില്ല, സെറ്റ് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ പാഠമായതുകൊണ്ട് സെറ്റിനകത്തുനിന്ന് നിങ്ങൾക്ക് എപ്പോഴും എ യൂണിയൻ ബി എഴുതാനോ എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ A-B എഴുതാൻ അങ്ങനെയൊക്കെയുള്ള കൊച്ചു ക്വസ്റ്റ്യനെ വരാറുള്ളൂ സെറ്റിനകത്തുനിന്ന്. അത് നിങ്ങൾ ആദ്യത്തെ 2 എക്സസൈസ് നല്ലപോലെ പഠിച്ചുകൊണ്ട് പോകും, 2-3 എക്സസൈസ് പഠിച്ചുകൊണ്ട് പോയാൽ സെറ്റിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിനകത്ത് പേടിക്കാൻ വേണ്ട. പിന്നെ അപ്പൊ ഏകദേശം പാഠങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് അത് പറഞ്ഞിട്ടില്ല. ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിനകത്ത് നിങ്ങളെല്ലാം ഒന്നും പഠിക്കണ്ട. എക്സാമ്പിൾ ഞാൻ പറയുന്ന എക്സാമ്പിൾ എല്ലാം പഠിച്ചുകൊണ്ട് പോവാം. ട്രിഗണോമെട്രി ഒക്കെ പഴയ വീഡിയോ ഉണ്ട്, വീഡിയോ കാണണം. ട്രിഗണോമെട്രിയും മറ്റേതും എല്ലാം വീഡിയോ കണ്ടാലേ അതിനകത്ത് ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. പിന്നെ ലീനിയർ ഇൻഇക്വാലിറ്റിക്കകത്ത് നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് എക്സസൈസിനകത്ത് എല്ലാം കൂടെ പഠിക്കേണ്ട. ഫസ്റ്റ് എക്സസൈസിനകത്ത് 1-2 പ്രോബ്ലം ഒന്ന് പഠിച്ചുകൊണ്ട് പോവാം. 13ാമത്തെ പ്രോബ്ലം, 14ാമത്തെ പ്രോബ്ലം, 15ാമത്തത്, 16ാമത്തത് ഒരു ക്വസ്റ്റ്യനെ ഉള്ളല്ലോ. അപ്പോൾ അത് 3-4 എണ്ണവും പഠിച്ചുകൊണ്ട് പോവാം. 13, 14, 15, 16 ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ അതിനകത്ത് ചെയ്തിട്ടേക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോകണേ. ഫസ്റ്റ് എക്സസൈസിനകത്ത് എന്നുവെച്ചാൽ ലീനിയർ പ്രോഗ്രാം എന്ന് പറയുന്ന പാഠത്തിനകത്തെ ആ ഫസ്റ്റ് എക്സസൈസിന്റെ മുന്നിലത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തുകൊണ്ട് പോകും, പഠിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇത്രയാണ്. അപ്പൊ മെയിനായിട്ട് പഠിക്കേണ്ടത് സാധനങ്ങൾ പറയുന്നുണ്ട്. സ്റ്റാറ്റൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക, കാരണം സമയം നഷ്ടപ്പെട്ടു പോകരുത്. സ്റ്റാറ്റ്, പ്രോബബിലിറ്റി, കോമ്പിനേഷൻ ഇതൊക്കെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാർഡ് നല്ലപോലെ പഠിച്ചോണം. കാർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, എപ്പോഴും കാർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാം നല്ലൊരു പരീക്ഷയായിരിക്കും എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നന്ദി.